സ്ഥാപിച്ചോനാം ഇഗ്നാത്തിയോസ് അഗ്നിമയൻ ജ്ഞാനാ നവദേവോ ലോഗോസ് നല്ലുറവാകും കൂറിലോസ് കാഞ്ചന ജീവൻ മാറി മാനിയോസ് മോബേസിൽ ഗ്രിഗോറിയോസ് മോർദിയസ്കോ പ്രോസ്ക്ലീമീസ് മോർപി ലക്സീനോസ് ഉൽകൃഷ്ടൻ സേപേറിയോസ് ഈ നിർമ്മലതാതൻ മാർന്നൻ ഓർമ്മദിനങ്ങൾ ആഘോഷിച്ചിടാം വരുവിൻ. പ്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് ഒരിക്കൽ കൂടി നമ്മള് എല്ലാവരുമായിട്ട് കാണാൻ ദൈവം അവസരമൊരുക്കി. ഇന്ന് നമ്മളോടൊപ്പം ഒരു വിശിഷ്ട അതിഥി ഉണ്ട്. ഓർത്തഡോക്സ് സഭയുടെ സൺഡേ സ്കൂൾ അധ്യാപകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷിബു ജേക്കബ് സാറ് നമ്മളോടൊപ്പം ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷിബു ജേക്കബ് സാറിനെ വളരെ സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഷിബു ജേക്കബ് അച്ചായനെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷം എന്നെ ഈ മലങ്കര ഓർത്തഡോക്സ് വിശ്വാസ സമൂഹം എന്ന പേജിലേക്ക് ലൈവിന് ക്ഷണിച്ചതിന്. ആൽബിയുടെ ലൈവുകൾ ഞാൻ കേൾക്കാറുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ സഭയുടെ പാരമ്പര്യങ്ങളെ പറ്റിയുള്ള ആ ലൈവുകൾ കേട്ടിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണല്ലോ നമ്മൾ ഇന്ന് ലൈവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതെ, ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് വേദപുസ്തകത്തിന്റെ പഴയ നിയമ വേദപുസ്തകത്തിന്റെ ചരിത്രവും പുതിയ നിയമ വേദപുസ്തകത്തിന്റെ എങ്ങനെയാണ് സാഹചര്യം, എന്തുകൊണ്ടാണ് സഭ ക്രോഡീകരിച്ചതെന്നും അതിന്റെ സാഹചര്യം പശ്ചാത്തലമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ചുരുക്കി ഒന്ന് പറയുവാണെങ്കിൽ, യഹൂദന്മാർക്ക് 2 വേദപുസ്തകം ഉണ്ടായിരുന്നു. ആദ്യ സമയത്ത് എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്ത അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയ സെപ്റ്റുജന്റ് വേദപുസ്തകം, യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന വേദപുസ്തകം സെപ്റ്റുജന്റ് വേദപുസ്തകമായിരുന്നു. അതിനുശേഷം AD 90 ക്രിസ്തീയ സഭയിലേക്ക് യഹൂദന്മാർ ഒരുപാട് പോകുന്ന കണ്ടപ്പോൾ യഹൂദ റബിമാര് ജാൻമിയ കൗൺസിലിൽ വെച്ച് ആ വേദപുസ്തകത്തെ ചുരുക്കി 39 പുസ്തകം അടങ്ങിയ വേദപുസ്തകമായിട്ട് ക്രോഡീകരിച്ചു. അത് ഇന്നത്തെ സത്യവേദ പുസ്തകത്തെ പോലെ ഉള്ള ചെറിയ വേദപുസ്തകവും. അപ്പോൾ തന്നെ നിലവിൽ 2 വേദപുസ്തകം ഉണ്ടായിരുന്നു. വലിയ വേദപുസ്തകവും ഒട്ടുമിക്ക ക്രിസ്തീയ സഭകളും ഉപയോഗിച്ചിരുന്നത് 15ാം നൂറ്റാണ്ട് വരെ ഉപയോഗിച്ചൊരു വലിയ വേദപുസ്തകമായിരുന്നു. അതായിരുന്നു ആദ്യത്തെ ദിവസത്തെ എപ്പിസോഡിൽ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പുതിയ നിയമ വേദപുസ്തകം ക്രോഡീകരിക്കാനുണ്ടായ സാഹചര്യം 4ാം നൂറ്റാണ്ടില് അത്താനാസിയോസ് പിതാവ് 27 പുതിയ നിയമ പുസ്തകങ്ങള് അംഗീകരിക്കാമെന്ന് സഭയ്ക്ക് കത്തെഴുതി. അത് പ്രകാരം പിന്നീട് 3 സുന്നഹദോസ് കൂടിയിട്ട് വേദപുസ്തകം സഭ ക്രോഡീകരിച്ച് സഭയുടെ എഴുതപ്പെട്ട പാരമ്പര്യമായ വേദപുസ്തകം നമുക്ക് തന്നു. ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക്, എനിക്ക് തോന്നുന്നു, ഷിബു ജേക്കബ് അച്ചായന് കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും. ഒരുപാട് അറിവുകൾ അനേകർക്ക് ചൊരിഞ്ഞു കൊടുക്കാൻ കഴിയും. വേദപുസ്തകവും നമ്മുടെ സഭയുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ വേദപുസ്തകം ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ്, അപ്പോസ്തോലിക സഭയിലുള്ളവർക്ക് വേദപുസ്തകത്തെ പറ്റി വേണ്ടത്ര പരിജ്ഞാനമില്ലെന്നും വേദപുസ്തകത്തെ പറ്റി ശരിയായ രീതിയിലല്ല കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ വേദപുസ്തകത്തിലുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള അനേക സംശയങ്ങളുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമുക്കിന്ന് കുറച്ചു നേരം നമ്മുടെ പ്രിയ പ്രേക്ഷകരോടൊത്ത് നമുക്ക് സംസാരിക്കാം. ഷിബുജാനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഷിബുജ, പൊതുസമൂഹത്തില് പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ വന്ന് നമ്മളുടെ അടുത്ത് പറയുന്ന ഒരു ചോദ്യമാണ്, എന്താണ് നിങ്ങൾക്ക് വേദപുസ്തകം അറിയത്തില്ല, അല്ലെങ്കിൽ വചനം അറിയത്തില്ല,
നിങ്ങൾ വചനം പഠിക്കുക, വേദപുസ്തകം നിങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആളുകൾ വന്ന് നമ്മളുടെ അടുത്ത് വന്ന് പറയുന്നത്. ഇതിന്റെ നിജസ്ഥിതി എന്താണ് ഷിബുജാന ഈ ഒരു കാര്യത്തെ പറ്റി പറയാനുള്ളത്? ഓക്കെ, അതിനെപ്പറ്റി പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ വെളിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ മറ്റ് സഭകളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ നിന്ന് വരുന്നവർ മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ സഭകളിലുള്ള ആൾക്കാർക്ക് പോലും ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ട്, നമുക്ക് വേദപുസ്തകം അറിയുന്ന കുറച്ചേ അറിയുള്ളൂ, വാക്യങ്ങൾ അധികം അറിയില്ല, അല്ലെങ്കിൽ അപ്പൊ തന്നെ ഒരു വാക്യം നമ്മൾ ചോദിച്ചാൽ അവർ പറയും നമുക്ക് അത്രയും അറിവില്ലല്ലോ, നമ്മൾ വേദപുസ്തകം പഠിക്കാത്തതുകൊണ്ടല്ലേ. അപ്പം എങ്ങനെയാണ് നമ്മുടെ ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട്, ഈ ബൈബിളിന്റെ സ്ഥാനം എവിടെയാണ്? ബൈബിളിന്റെ സഭയ്ക്ക് മുകളിലാണോ, സഭയ്ക്ക് ഉള്ളിലാണോ, അതോ സഭയെക്കാട്ടിൽ വലുതാണോ? അപ്പൊ അങ്ങനെ ഒരു ചിന്ത ചിലർക്കെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സഭയിൽ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിൽ, നമ്മുടെ ലിറ്റർജി, നമ്മുടെ ദൈവശാസ്ത്രം, ഇതെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് കൃത്യമായും തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. അതിന്റെ അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ക്രിസ്തു അടിസ്ഥാനമായിട്ട്, ക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമായിട്ട് ഇരിക്കുന്ന ഈ സഭയുടെ 3 ഭിത്തികൾ എന്ന് തന്നെ നമുക്ക് പറയാം. അതിനെ ബലം കൊടുത്തതിനെ നിർത്തുന്ന 3 കാര്യങ്ങൾ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ദൈവശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണം എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ നിത്യ വിശ്വാസ പ്രമാണം മാത്രമല്ല, നമ്മുടെ ഓരോ പ്രാർത്ഥനകളും, ഓരോ ലിറ്റർജിയും, തന്നെ അതെല്ലാം ഓരോരോ വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്, ഓരോ പാട്ടുകളായാലും എന്തായാലും. രണ്ടാമത്, നമുക്ക് വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ആരാധനാ ക്രമമുണ്ട്. പ്രത്യേകിച്ച് പരസ്യ ആരാധന, വിശുദ്ധ കുർബാനയായാലും വിശുദ്ധ പെരുന്നാളുകളുടെ ആരാധനയായാലും നമസ്കാരങ്ങളായാലും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആരാധനാക്രമങ്ങളുണ്ട്. അതിന്റെ കൂടെ വിശുദ്ധ വേദപുസ്തകമുണ്ട്. അപ്പം ഈ 3 കാര്യങ്ങളും സഭയിൽ, ഒരു അപ്പസ്തോലിക സഭയിൽ ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ദൈവശാസ്ത്രം, അതിന്റെ ആരാധനാക്രമങ്ങൾ, അതിന്റെ വിശുദ്ധ വേദപുസ്തകം. ഒന്നിനും മറ്റൊന്നിനുമുള്ള ഒരു അപ്രമാദിത്വം ഇല്ല, അത്രയേ ഉള്ളൂ. അവ പരസ്പര പൂരകങ്ങളാണെന്ന് തന്നെ പറയാം. പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഈ 3 കാര്യങ്ങൾ. അപ്പോ എഴുതപ്പെട്ട പാരമ്പര്യം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം മാത്രമല്ല. തീർച്ചയായിട്ടും അല്ല. കാരണം നമ്മുടെ ഓരോ പ്രാർത്ഥനകളും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ സഭയിൽ പ്രമ്യോനുകളുണ്ട്, സെദറാകളുണ്ട്, അതുപോലെ എഴുതപ്പെട്ട പ്രാർത്ഥനകളും അനേകം ഗീതങ്ങളും ഉണ്ട്. സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതിന്റെ അത്യന്തം മനോഹരമായിട്ടുള്ള ലിറ്റർജി, അതിലെ ആ ഗാനശാഖയാണ്. അതിലെ നമ്മുടെ ഓരോ പാട്ടുകളും വളരെ കൃത്യമായ വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. അപ്പം സഭ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ വേദപുസ്തകം മാത്രം വായിച്ചിട്ട് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭയുടെ ദൈവശാസ്ത്രം രൂപീകരിക്കുക എന്നുള്ളതല്ല. പകരം നമ്മുടെ ലിറ്റർജിയിൽ കൂടെയാണ് നമ്മുടെ സഭാപിതാക്കന്മാർ നമ്മളെ ആ വേദശാസ്ത്രം പഠിപ്പിക്കുന്നതും വേദപുസ്തകം കൃത്യമായ ഒരു രീതിയിൽ നമ്മൾ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതും. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ബൈബിളിന് പ്രാധാന്യം ഇല്ലാത്തതല്ല. ഒരുപക്ഷെ അപ്പസ്തോലിക സഭകളല്ലാത്ത ഒരു പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഈ വചന ശുശ്രൂഷ എന്ന് പറഞ്ഞ് ആരാധനയ്ക്ക് പകരം ബൈബിളിൽ നിന്ന് എടുത്ത ഒരു ഭാഗം എടുത്ത് അതിൽ നിന്ന് സംസാരിക്കുന്ന രീതിയോ അങ്ങനത്തെ കാര്യങ്ങൾ കാണാത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ പറയുന്നത് നിങ്ങൾക്ക് ബൈബിളില് പ്രാധാന്യം ഇല്ല എന്ന് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് ആളുകൾക്ക് ധൈര്യവും പ്രത്യാശയൊക്കെ കൊടുക്കുന്ന വാക്യങ്ങളും വചനങ്ങളും ഒക്കെ നമ്മളും പഠിക്കാറുണ്ട്. യഹോവയുടെ അതിനകത്തൊന്നും എനിക്ക് മുട്ടുണ്ടാകില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറുപ്പം പറയുമ്പോൾ പിള്ളേരെയൊക്കെ പഠിപ്പിക്കും. പക്ഷേ ഒരു വേദവാക്യം, ഒരു വേദസ്ഥയിൽ ഒരു വാക്യം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ചെയ്യുന്നു, അതിന്റെ ആ യഥാർത്ഥ ആശയത്തിൽ നിന്നോ എടുത്തു മാറ്റിയിട്ടല്ല നമ്മൾ അത് പഠിക്കേണ്ടത്. അങ്ങനെയല്ല നമ്മുടെ സഭ കൈകാര്യം ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കൊറോണ പുറപ്പെടുമ്പോൾ യെരമ്യാ പ്രവചനത്തിലെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് പലരും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്, ദൈവക്രോധമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു രീതി ഒരിക്കലും ശരിയല്ല. നമ്മൾ അങ്ങനെയല്ല അവലംബിക്കേണ്ടത്. അതെ, പക്ഷേ ഈ പൊതുസമൂഹത്തില് മറ്റുള്ളവര് നമ്മളുടെ പേരില് പഴി ഏൽപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ പറ്റി പറയുന്ന ഒരു എന്താ പറയണ ഒരു തെറ്റായ പ്രചരണം നടത്തുന്നത് വേദപുസ്തകത്തിലെ അനുസരിച്ചല്ല നിങ്ങൾ ചെയ്യുന്നത്, വേദപുസ്തകം അനുസരിച്ചല്ല, ആദിമ സഭാപിതാക്കന്മാർ ഇങ്ങനെ അല്ലായിരുന്നു എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ പലയിടത്തുനിന്നും നമുക്ക് കേൾക്കാം. അതിനെപ്പറ്റി ഷിബിച്ചാൻ എന്താ പറയാനുള്ളത്? ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവശാസ്ത്ര അധിഷ്ഠിതമായിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ട്രിനിലാണ് നമ്മുടെ വിശ്വാസം പടുത്തുയർത്തിയിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് പഠിക്കുന്നതും? ബൈബിൾ എന്ന് പറയുന്ന ഒരു വലിയ ബുക്കാണ്, ഒരു വലിയ ലൈബ്രറി പോലെ 66 ബുക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിലുണ്ട്, അല്ലെങ്കിൽ 72 ബുക്കുകളുള്ള പൂർണ്ണ ബൈബിളിലുണ്ട്. അതൊരു ലൈബ്രറി പോലെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ
പല കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ബുക്കുകൾ, പല കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചരിത്രങ്ങൾ, അങ്ങനെയുള്ള വലിയൊരു ഗ്രന്ഥശേഖരം തന്നെ നമുക്ക് പറയാം. അപ്പം എന്തുകൊണ്ടാണ് ഒരു ഡോക്ട്രിൻ അല്ലെങ്കിൽ ഒരു ദൈവശാസ്ത്രം ഡിഫൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് പഠിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഉദാഹരണത്തിന് ഒരു മെഡിസിൻ അഡ്മിഷൻ കിട്ടുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടുന്ന ഒരു കുട്ടി അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഐസക് ന്യൂട്ടൺ ഭൂഗുരുത്വാകർഷണം കണ്ടുപിടിച്ച മുതലോ, അല്ലെങ്കിൽ ഈ പുരാതനമായിട്ടുള്ള സമയത്ത് ആൾക്കാർ എങ്ങനെയാണ് ചികിത്സ തേടിയതെന്നുള്ള രീതിയോ ഒന്നും പഠിക്കേണ്ടതായിട്ടില്ല. കാരണം വെൽ ഡിഫൈൻഡ് ആയിട്ടൊരു കോഴ്സ് അല്ലെ സിലബസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഈ മോഡേൺ മെഡിസിൻ ഇപ്പൊ പോകുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ സഭ 2000 വർഷത്തെ വളർച്ചയിൽ അതിന് കൃത്യമായൊരു ദൈവശാസ്ത്രമുണ്ട്. അത് നമുക്ക് തന്നിരിക്കുന്നത് അപ്പസ്തോലന്മാരാണ്, അവരുടെ പിൻഗാമികളായിട്ട് വന്ന താപസ ശ്രേഷ്ഠന്മാരും ദൈവത്തെ ധരിച്ചവരുമായിട്ടുള്ള വളരെ പണ്ഡിതരായിട്ടുള്ള സഭാപിതാക്കന്മാരാണ് നമുക്കത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ തന്നെ ഇരുന്നിട്ട് വേദപുസ്തകം നമുക്ക് ഒരറ്റത്തു നിന്ന് മറ്റേ അസ്തം വരെ വായിച്ചിട്ട് നമുക്ക് തന്നെ പഠിക്കാം, അത് മതി എനിക്കെന്ന് ചിന്തിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും പല ഉപദേശ പിശകുകളിലേക്കും പോകും. അതുകൊണ്ടാണ് അങ്ങനെ ഇല്ലാത്തത്. പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, പഴയ നിയമ ഗ്രന്ഥം മാത്രം മതി, പുതിയ നിയമ ഗ്രന്ഥം വേണ്ട, അല്ലെ പുതിയ നിയമ വേദപുസ്തകം പഴയ നിയമ ഗ്രന്ഥം വേണ്ട, പുതിയ നിയമ വേദപുസ്തകം മാത്രം മതി എന്ന് പറഞ്ഞ് ചില ആളുകളൊക്കെ നമ്മുടെ ഇടയിലൊക്കെ കാണാം. ചിലർ ഈ പുതിയ നിയമ ബൈബിൾ മാത്രം കൊണ്ടു നടക്കുന്ന ആളുകൾ. ഓക്കെ, അതിനെപ്പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വേദപുസ്തകം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ പ്രയോഗമാണ്. അത് പഴയ ഉടമ്പടി എന്നും പുതിയ ഉടമ്പടി എന്നും നമുക്ക് പറയാം. അതാണ് അതിന്റെ ശരിയായ ഒരു അർത്ഥത്തിൽ പറയേണ്ടത്. അപ്പം യേശുക്രിസ്തുവിന്റെ കാലത്ത് അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ കാലത്ത് യഥാർത്ഥത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന സെപ്റ്റുജിന്റ് എന്ന് പറയുന്ന ആ പഴയ നിയമ തിരുവെഴുത്തുകളാണ് ശരിക്കും അവർ തിരുവെഴുത്തുകൾ എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പുതിയ നിയമ ക്യാനോൻ അല്ലെങ്കിൽ പുതിയ നിയമ പുസ്തകങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ചരിത്രം നമുക്ക് അല്പം കഴിഞ്ഞിട്ട് പറയാം. പക്ഷേ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യം പറയാം. പഴയ നിയമത്തിലെ എല്ലാം തന്നെ പഴയ നിയമ സംഭവങ്ങളുടെ നിഴലാണ്, അല്ല പുതിയ നിയമ സംഭവങ്ങളുടെ ഒരു നിഴലാണ്, അല്ലെങ്കിൽ അതിന്റെ ചില സൈനുകൾ അല്ല ചില ലക്ഷണങ്ങളാണ് നമ്മൾ ആ പഴയ നിയമത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ബൈബിൾ നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു 1500 വർഷമെങ്കിലും അല്ല 2000 വർഷം എടുത്ത് എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ, മോശം മുതൽ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്ന പ്രീ ഹിസ്റ്റോറിക് മുതലുള്ള സംഭവങ്ങൾ. അതില് രാജാക്കന്മാരുടെ ചരിത്രമുണ്ട്, യുദ്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുണ്ട്, ന്യായാധിപന്മാരുടെ ചരിത്രങ്ങളുണ്ട്, യുദ്ധങ്ങളുണ്ട്, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പം ദൈവവചനം എന്നുള്ളൊരു പേര് നമ്മൾ പറയുമ്പോൾ ബൈബിള് ശരിക്കും ദൈവവചനങ്ങൾ മാത്രമല്ല അതിൽ 100% ഉള്ളത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതാണ് ബൈബിൾ. പക്ഷെ അതിന്റെ ഒരു കേന്ദ്ര കഥാപാത്രമുണ്ട്. അത് തുടക്കം മുതൽ അതിന്റെ അവസാനം വരെയും ക്രിസ്തു എന്ന ഒരു കേന്ദ്ര കഥാപാത്രത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ബൈബിളിന്റെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. അപ്പോ പുതിയ നിയമം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ആ ബൈബിളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ ലൈവിൽ കുറച്ചിട്ട് കഴിയുമ്പോൾ ലക്ഷണറി എന്താണെന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാം. ക്രിസ്തു ദൈവം, ഇതാണ് മെയിൻ കണ്ടന്റ്. ദൈവം എന്നുള്ള അടിസ്ഥാനത്തിലാണ് വേദപുസ്തകം വരുന്നത്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ ആകുന്ന ത്രിയേക ദൈവത്തിൽ അടിസ്ഥാനം കേന്ദ്രീകൃതമാണ്. അല്ലത് മാത്രമല്ല, നമ്മളൊരു വിശ്വാസ സംഹിതയിൽ ഇരിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത് ദൈവം. ആരാണ് നിന്റെ ദൈവം? അല്ലെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്താണ്? അല്ലെങ്കിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം? അപ്പൊ ഇതെല്ലാം ശരിക്കും ഡിഫൈൻ ചെയ്തിട്ട് മാത്രമേ നമ്മളൊരു വിശ്വാസ സംഹിതയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ ആ കറക്റ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ വരുള്ളൂ. ഇപ്പം രക്ഷ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്ഷയല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവീകരണമാണ്, തിയോസിസ്. നമ്മളെല്ലാം ആ ഒരു യാത്രയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവീകരണമാണ് എറ്റേണലി നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത്. അപ്പൊ ആ ദൈവീകരണത്തിലേക്ക് എത്താനുള്ള വഴികളാണ് ശരിക്കും പറഞ്ഞ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ ഫൈനലി നമ്മൾ തന്നെ അത് എത്തേണ്ട ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ഈ സോളാ സ്ക്രിപ്ചർ അല്ലെങ്കിൽ ബൈബിൾ മാത്രം എന്ന ഒരു രീതി നമുക്കില്ലാത്തത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സഭയുടെ ദൈവശാസ്ത്രവും സഭയുടെ ആരാധനാക്രമങ്ങളും ഈ സ്ക്രിപ്ചറും ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമേ ആ നമ്മുടെ വിശ്വാസത്തിന് വ്യക്തതയും ക്ലാരിറ്റിയും വരുന്നുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. അതിന്റെ ചില ഉദാഹരണങ്ങളായിട്ട് 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ലിറ്റർജിയും തന്നെയുള്ള എക്സാമ്പിൾ ആയിട്ട് പറയാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം നമുക്കറിയാം.
3 ഉപമകൾ കർത്താവ് പറയുന്നുണ്ട്. ആദ്യം കാണാതെ പോയ ആടിന്റെ ഉപമയാണ് പറയുന്നത്. ഒരാൾക്ക് 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ നിങ്ങൾ അതിനെ കണ്ടെത്തുന്നവരെ അന്വേഷിക്കാതിരിക്കുമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അത് നമ്മൾ സാധാരണ ഇരുന്നുകൊണ്ട് ഇപ്പം ബൈബിൾ വായിച്ചങ്ങ് പോവാണെങ്കിൽ ഓക്കെ, ആടിനെ കാണാതെ പോയി, അതിന്റെ ഇതാണ്. അടുത്ത കഥ അത് കഴിഞ്ഞ് വരുന്ന ഉപമ കാണാതെ പോയ നാണയങ്ങളുടെ ഉപമയാണ്. 10 നാണയങ്ങൾ ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം കളഞ്ഞു പോയി, അത് കിട്ടുന്നവരെയും അടിച്ചു വാരി എടുക്കുകയാണ്. 3-ാമത്തെ കഥയിൽ 2 പുത്രന്മാരുടെ കഥയാണ്. ഒരു പുത്രൻ നഷ്ടപ്പെട്ടു, മറ്റേത് വീട്ടിലുണ്ട്. പക്ഷെ 2 പേർക്കും ആ പിതാവിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം ഈ കഥ നമ്മൾ ഒന്നിച്ച് വായിക്കുമ്പോൾ അത് ലിറ്റർജിയിലേക്ക് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രത്തിൽ എന്താണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്, ആരാണ് കാണാതെ പോയത്, എന്താണ് നഷ്ടപ്പെട്ടത്, ആരാണ് ഈ തേടുന്നത്. ആ 100-ൽ 100 കിട്ടാതെ സംതൃപ്തനാവാത്ത ദൈവപിതാവിന്റെ ഹൃദയത്തെയാണ് ഈ 3 ഉപമകളിലൂടെ യേശുക്രിസ്തു വരച്ച് കാണിക്കുന്നത്. ഇത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഹെംദാ നമസ്കാരത്തിന്റെ ലിറ്റർജിയിൽ പറയുന്നുണ്ട്. ഒരുപാട് യൂതന്മാർ ഖബറിൽ പ്രാർത്ഥിക്കുന്നുള്ള പാട്ട്, ആ ലൈൻ നമുക്കൊന്ന് കേൾക്കാം. കാണാത്തതിനെ തേടി തൻ ലോകം നാഥൻ പൂക്കാറെ കബറിൽ തന്നെയടച്ചവരെ ലജ്ജിപ്പിച്ചു ധാനത്താൽ ഹാലേലൂയ ഹാലേലൂയ. ഈ പാട്ടിന്റെ അർത്ഥം ആൽവിക്ക് മനസ്സിലായോ? കാണാത്തതിനെ തേടി നാഥൻ ലോകത്തിലേക്ക് വന്നു. അപ്പൊ ഈ കാണാതെ പോയ ആടും കാണാതെ പോയ നാണയവും കാണാതെ പോയ പുത്രനും, ആ ഉപമയിൽ പറയുന്ന 3 ഉപമകളിൽ പറയുന്ന ആ നഷ്ടപ്പെട്ടതിനെ തേടിയാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് വരുന്നത്. ഓരോന്നിനെയും പറക്കിയെടുക്കുവാൻ, ഓരോ നഷ്ടപ്പെട്ടു പോയ കഷ്ണങ്ങളെയും പറക്കിയെടുക്കുവാനായിട്ട് വന്നപ്പോൾ അവർ ഈ അന്നത്തെ മതസംഹിത അവനെ പിടിച്ച് കുരിശിൽ തറച്ചു. അപ്പോ ഒരു കബറിൽ അടച്ചിടുവാൻ അസാധ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ മരണത്തിനെ തോപ്പിച്ചുകൊണ്ട് യേശു കർത്താവ് വെളിയിലേക്ക് വന്നു. അതാണ് എത്ര മനോഹരമായിട്ടാണ് ഈ 3 കഥകളെ ലിറ്റർജിയിലേക്ക് വരുമ്പോൾ, ദൈവശാസ്ത്രം വരുമ്പോൾ ആ കണക്ട് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് ഈ ഉദാഹരണത്തിന് മനസ്സിലാവും. അതുപോലെ വളരെ പരിചയമുള്ള വേറെ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നിത്യജീവനിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു നോളജാണ്. നിത്യജീവനിലേക്കുള്ള വഴി യേശുവാണ് ആ തിരിച്ചറിവ്. അപ്പം ആ തിരിച്ചറിവിൽ എത്തിക്കഴിഞ്ഞവര് കർത്താവിന്റെ വരവ് വരെ എപ്പോഴും ഉണർച്ചയോടും ഉത്സാഹത്തോടും കൂടി ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം നമ്മൾ അറിയാത്തൊരു നാഴികയിൽ യജമാനൻ വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ കർത്താവ് പറഞ്ഞ ഒരു ഉപമയെ തന്നെ പറയുന്നുണ്ട്. യജമാനൻ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ആ ഉണർവോടുകൂടി ഇരിക്കുന്ന ദാസൻ എങ്ങനെയായിരിക്കും? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യം. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. യജമാനൻ വരും അന്നേരത്ത് ഉണർവുള്ളവരായി. യജമാനൻ വരും അന്നേരത്ത് ഉണർവുള്ളവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ ആ യജമാനൻ അരകെട്ടി അവരെ പരികർമ്മിക്കും, അവർക്ക് വേണ്ടുന്ന പരിചരണങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞ് സഭയുടെ ദൈവശാസ്ത്രം ഒരു പടിയും കൂടെ കടന്നിട്ട് നമ്മളോട് പറയുകയാണ്, ആ താതൻ ഇരുത്തുന്ന മേശയ്ക്കായിട്ട്, അതൊരു വലിയൊരു പന്തി ഭോജനമാണ്. അതില് പിതാവാൻ ദൈവമാണ് ആ പന്തി ഭോജനത്തിൽ ഇരിക്കുന്ന. ആ ഭോജനത്തിൽ പുത്രൻ അടുത്ത് നമ്മളെ പരികർമ്മിക്കും, നമുക്ക് വേണ്ടുന്ന സെർവ് ചെയ്യും. അത് കഴിഞ്ഞ് പരിശുദ്ധ റൂഹ അവിടെ വിടഞ്ഞു വെച്ചിരിക്കുന്ന ഓരോരോ കിരീടങ്ങൾ എടുത്ത് നമ്മളെ അണിയിക്കും. എത്ര അർത്ഥപൂർണമായിട്ടാണ് ആ ഒരു കാര്യം അവിടെ പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് ഈ 2 ഉദാഹരണങ്ങൾ കൂടി
ഈ നമ്മുടെ ലിറ്റർജി എത്രത്തോളം റിച്ച് ആണെന്നുള്ള കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് യഥാർത്ഥത്തില് നമ്മുടെ ആളുകൾക്ക് ഇത് കൃത്യമായിട്ടുള്ള അറിവില്ലായ്മയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഇത്രയും വളരെ 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 അർത്ഥവത്തായ പാട്ടുകള്, എത്രമാത്രം വേദപുസ്തകത്തിലെ വാക്യങ്ങളാണ്, ഒരു പാട്ട് പാടുമ്പോൾ തന്നെ എത്ര വേദപുസ്തക വാക്യങ്ങളാണ് കോട്ട് ചെയ്തെന്നുള്ളത് ഈ മറ്റുള്ളവർ പറയും നിങ്ങൾ വേദപുസ്തകം ഉപയോഗിക്കുന്നില്ല, വേദപുസ്തകത്തിൽ നിന്ന് എടുക്കുന്നില്ല എന്നൊക്കെ ഉള്ളവർക്കുള്ള ഒരു മറുപടിയാണ്. കൃത്യമായിട്ടുള്ള ഒരു ആശയമാണ് ഈ പാട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനു മുന്നേ ഷുവിച്ചാൻ പറഞ്ഞായിരുന്നല്ലോ, ക്രിസ്തീയ സഭയിൽ നിന്ന് സഭയ്ക്ക് വേണ്ടി ഉണ്ടായ ഒന്നാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറഞ്ഞു, ഇതിനു മുമ്പ് പറഞ്ഞു. അങ്ങനെ പറയുന്നതിന് ആ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, സഭയിൽ നിന്നാണ് എസ്പെഷ്യലി പുതിയ നിയമ പുസ്തകങ്ങൾ ഉണ്ടായത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന് പുതിയ നിയമ പുസ്തകങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതിന്റെ ഒരു ചരിത്രം നമ്മൾ, അല്ലെങ്കിൽ ആ പുസ്തകങ്ങൾ എഴുതപ്പെട്ടതിന്റെ ചരിത്രവും അതിന്റെ ഒരു കാലഘട്ടവും നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ ഒരു സംഭവം പറയുവാണെങ്കിൽ, ഈ ബൈബിൾ നമ്മൾ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള കാലം നമ്മളൊന്ന് ചിന്തിക്കുക. അപ്പോസ്തലന്മാരാണ് യേശു ക്രിസ്തു സഭ സ്ഥാപിക്കുന്നു. അത് എല്ലായിടത്തും പോയി പ്രഘോഷിക്കുവാനായിട്ട് കർത്താവ് അവരെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് സഭയാണ് സ്ഥാപിക്കുന്നത്. കർത്താവ് ഒരു വേദപുസ്തകമോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്ചറോ എഴുതി കൊടുക്കുന്നില്ല, അവരോട് എഴുതാനായിട്ട് കൽപ്പിക്കുന്നുമില്ല. അപ്പോ അടുത്ത നമ്മൾ അപ്പസ്തോല പ്രവൃത്തികളായാലും പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങൾ വായിക്കുമ്പോഴായാലും നമുക്കറിയാം, അതിന് കൃത്യമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, 1-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, പൗലോസ് ശ്ലീഹയുടെ മാനസാന്തരത്തിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പത്രോസിനെ കാണുന്നത്. അതിനുശേഷം 14 വർഷം കഴിഞ്ഞിട്ടാണ് ആ 2 യാത്രകൾക്ക് ശേഷം പൗലോസ് ശ്ലീഹ യെരൂശലേമിൽ അപ്പസ്തോലന്മാരെ കാണുന്നത്. എന്ന് പറഞ്ഞതുപോലെ മറ്റ് അപ്പസ്തോലന്മാരും യെരൂശലേമിലായിരിക്കുമ്പോൾ അവര്, അല്ലെങ്കിൽ അവിടുന്ന് സമീപ സ്ഥലങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ വാമൊഴി പാരമ്പര്യത്തിലായിരുന്നു അവർ കേട്ടതും കർത്താവിൽ നിന്ന് അറിഞ്ഞതുമായിട്ടുള്ള ഉപദേശങ്ങൾ അവരെ ഉൾപ്പെടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഉപദേശങ്ങളെ വാമൊഴിയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, എല്ലാവരും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഏറ്റവും കുറഞ്ഞത് ഒരു 3 ദശാബ്ദമെങ്കിലും അല്ലെങ്കിൽ 30 വർഷമെങ്കിലും ഇതിങ്ങനെ തുടർന്ന് വന്നു കഴിഞ്ഞപ്പോൾ സഭ വളർന്നു. അപ്പസ്തോലന്മാർ പലരും കൊല്ലപ്പെട്ടു, അവിടെ പല പ്രോസിക്യൂഷൻസ് ഒക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇത് എഴുതി വെക്കണം, അല്ലെങ്കിൽ ആദ്യം പറയുന്നത് പോലെയുള്ള ഒരു കാര്യം ആണെന്ന് അവർക്ക് തോന്നിയില്ല. അവർക്ക് ആദ്യം അങ്ങനെ വിചാരം ഇല്ലായിരുന്നെങ്കിലും, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തിരുവെഴുത്ത് എന്ന് പറയുന്നത് ആ പഴയ നിയമ പുസ്തകങ്ങളാണ്. പൗലോസ് ശ്ലീഹ തീമോഥെയോസ് എഴുതുന്നുണ്ട്, ഈ എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ അത് ഗുണീകരണത്തിനും പ്രബോധനത്തിനും ഉതകുന്നു. അതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് വായിക്കാൻ നമ്മൾ വിചാരിക്കും എല്ലാ തിരുവെഴുത്തും എന്ന് പറയുന്നത് ഈ പൗലോസ് ശ്ലീഹ എഴുതിയ പുസ്തകങ്ങൾ ഉൾപ്പെടെയാണ്. അങ്ങനെയല്ല. പൗലോസ് ശ്ലീഹയെ സംബന്ധിച്ചും അപ്പസ്തോലന്മാരെ സംബന്ധിച്ചിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ആ തിരുവെഴുത്ത് എന്ന് പറയുന്നത് അന്ന് അവർ ഉപയോഗിച്ചിരുന്ന തിരുവെഴുത്താണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തിരുവെഴുത്ത് എഴുതാനോ അല്ലെങ്കിൽ അതിനോട് കൂട്ടിച്ചേർക്കാനോ ഉള്ള ഒരു ആലോചന അവരുടെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. മാത്രവുമല്ല, ഈ കർത്താവിന്റെ 2-ാമത്തെ വരവ് ഏറ്റവും പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണെന്നാണ് അവരുടെ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോ പൗലോസ് ശ്ലീഹയുടെ തന്നെ ഒരു ലേഖനത്തിൽ കാണുന്നുണ്ട്, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല, പിന്നെ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ എഴുതി സൂക്ഷിക്കാനുള്ള ഒരു പാരമ്പര്യമോ ഉദ്ദേശമോ അവർക്കില്ലായിരുന്നു. പക്ഷെ ഈ കാലം മുമ്പോട്ട് പോകുമ്പോൾ കർത്താവിന്റെ വരവ് താമസിക്കുന്നുണ്ട്, ഉദ്ദേശിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് വന്നതല്ല. അപ്പം അത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ ഉയർന്നു വന്നു. നമ്മൾ പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, ഓരോ സഭകളിൽ ഉയർന്നു വന്ന ആ കലഹങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ, ദുരുപദേശങ്ങൾ, ഇതിനെയൊക്കെ തിരുത്തുക, ആ ഭിന്നത ഒഴിവാക്കുക, അതിനു വേണ്ടിയിട്ടാണ് ആ ലെറ്ററുകൾ ആ പർട്ടിക്കുലർ സഭയ്ക്ക് എഴുതിയിരിക്കുന്നത്. പൗലോസ് ശ്ലീഹ തന്നെ 3 വർഷം എഫെസോസിൽ താമസിച്ചു. 3 വർഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ല എഫെസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, പ്രധാന പോയിന്റുകൾ മാത്രമാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ സഭയിൽ നിന്നാണ് ഈ വന്നതെന്ന് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, ഈ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് തന്നെ പറയുന്നത് 2 വാക്യങ്ങൾ നമ്മൾ വളരെ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കണം. 1 തിമോഥെയോസ് 3:15 പൗലോസ് ശ്ലീഹ പറയുകയാണ്, സത്യത്തിന്റെ ഞാൻ വരാൻ താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഞാനിത് എഴുതുന്നു. ഇനി അതേ പൗലോസ് ശ്ലീഹ തന്നെ കൊലോസ്യ ലേഖനത്തിൽ എഴുതുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ സഭയുടെ
ശുശ്രൂഷകന്മാരായി. ഞാൻ ആ വാക്യം കൊലോസ്യ ലേഖനം 1:25 നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം സഭയ്ക്കാണ് അവരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ എഴുത്തുകൾക്കല്ല. അപ്പം സഭയുടെ ശുശ്രൂഷകന്മാരായിരുന്ന പത്രോസും പൗലോസും ലൂക്കോസും മർക്കോസും ഒക്കെ എഴുതിയ കാലക്രമേണ എഴുതിയ പുസ്തകങ്ങളാണ് പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ നിയമ കാനോനായിട്ട് അംഗീകരിച്ചിട്ട് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു ചരിത്രം. അതിന്റെ കൂടെ മറ്റുള്ളൊരു ആരോപണം നമുക്ക് കേൾക്കുന്നതാണ്, സഭയിൽ ആ കാണുന്ന ധൂപക്കുറ്റി ബൈബിളിലുണ്ടോ, മാതാവിനോട് പ്രാർത്ഥിച്ചെന്ന് ബൈബിളിൽ കാണുന്നുണ്ടോ, കുർബാന കൊടുത്തുന്നുണ്ടോ, അച്ഛന്മാർ ഇങ്ങനെ കുപ്പായി കിട്ടുന്നുണ്ടോ. പക്ഷെ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ബൈബിളിന്റെ അല്ലെങ്കിൽ സഭയുടെ ഡേ ടു ഡേ ലൈഫ് എങ്ങനെയാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഡയറി കുറിപ്പല്ല പുതിയ നിയമ പുസ്തകങ്ങൾ. അത് അതിനോട് പാരമ്പര്യങ്ങളും അതിന്റെ ഹിസ്റ്ററി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ചിത്രം ലഭിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജിജി. അദ്ദേഹം ഇപ്പൊ സൗദിയിലാണുള്ളത്. അപ്പൊ ജിജിയുടെ ഫാദർ, ഞങ്ങളുടെ അദ്ദേഹത്തിനെ അച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്, പപ്പായ, ജിജിയുടെ പപ്പ. അപ്പൊ ജിജിയുടെ പണ്ട് കുറെ വർഷങ്ങൾ മുമ്പാണ്. അപ്പൊ നമ്മൾ ഈ ഇമെയിലും വാട്സപ്പൊക്കെ വരുന്നതിന് മുമ്പ് കത്തുകളാണല്ലോ അന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജിജിയുടെ പപ്പ എഴുതുന്ന എഴുത്തുകൾക്കകത്തല്ല, അദ്ദേഹം നല്ലപോലെ വായിക്കുന്ന ഒരു മനുഷ്യനും എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ആ വരുന്ന എഴുത്തുകൾക്കകത്തെല്ലാം വീട്ടുവിശേഷങ്ങൾ അതിനെക്കാട്ടി കൂടുതലായിട്ട് പണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ എഴുത്തെന്ന് പറഞ്ഞ ഒരു അച്ഛൻ മകൾക്ക് എഴുതിയ എഴുത്തെന്ന് പറഞ്ഞതുപോലെ വളരെ നല്ല രസകരമായ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള എഴുത്തുകളാണ്. അപ്പൊ ജിജി ഞങ്ങളെ കൂടെ ഒക്കെ വായിച്ചു കഴിയും ഈ എഴുത്തുകൾ. അപ്പൊ എല്ലാ മാസം 1-2 എഴുത്തുകൾ വരുമ്പോൾ അതിനകത്തെല്ലാം എന്തെങ്കിലും നമുക്ക് അറിയാനുള്ള പുതിയൊരു അറിവുണ്ടായിരിക്കും. അപ്പം ജിജി അന്നത്തെ കാലത്ത് ആൽബിക്ക് അറിയാം, നമ്മൾ ആ എഴുത്തുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന പതിവുണ്ട്. അന്നൊരു ഫയലിനകത്താക്കി കെട്ടി വയ്ക്കുക. അന്ന് ഇന്നത്തെ പോലെ ഈ മൊബൈൽ ഫോണുകൾ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വർത്താനം പറയുന്ന എഴുത്ത് വരണമെങ്കിൽ കുറെ ദിവസങ്ങൾ വേണം. അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്ന കുറെ എഴുത്തുകളുമായിട്ട് ഞാനൊരു 10 വർഷം കഴിയുമ്പോൾ ജിജിയുടെ വീട്ടിലോട്ട് ചെല്ലുവാൻ നിൽക്കും. അവിടെ ചെല്ലുന്ന കാര്യങ്ങൾ, അപ്പൊ അവരോട് ചെല്ലുമ്പോൾ എന്റെ ഒരു കാര്യം ചെയ്യുന്നു, ഇങ്ങനെയല്ലോ നിങ്ങളുടെ അച്ചാച്ചൻ എഴുതിയിട്ടില്ലല്ലോ, നിങ്ങളുടെ അച്ചാച്ചന്റെ കത്തിനകത്ത് കണ്ടില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അതേ പ്രശ്നമാണ് ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടുള്ള, അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിലെ ആ റിഫോർമേഷൻ മൂവ്മെന്റിന്റെ ഡോക്ടറിനും ആ സഭയുടെ ദൈവശാസ്ത്രവും പുറകെ വെച്ചിട്ട് ഈ എഴുത്തുകൾ മാത്രം എടുത്തുകൊണ്ട് പോയവർക്ക് പറ്റിയിരിക്കുന്നത്. എന്താണ്? സഭയുടെ പാരമ്പര്യത്തിലല്ല അവിടെ അവർ നിൽക്കുന്നത്. പാരമ്പര്യം എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വേദപുസ്തകത്തെ അല്ലെങ്കിൽ പുതിയ പുസ്തകങ്ങളെല്ലാം എഴുതി വെക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ട്. അല്ല വെറുതെ അങ്ങ് എഴുതി വെച്ചതല്ല. ആ പ്രത്യേക സാഹചര്യത്തിലാണ് ഈ അപ്പോസ്തലന്മാരെല്ലാം അല്ലെങ്കിൽ സുവിശേഷകന്മാര് എഴുതി വെക്കുന്നത്. അവർക്ക് കിട്ടിയ വാമൊഴിയുടെ അനുസരിച്ച് അവർക്ക് കിട്ടിയ ആ ദൈവത്തിന്റെ ദൈവിക പദ്ധതികളുടെ ആ അറിവുകൾ അവരത് ശേഖരിച്ചു വെച്ചു, അത് പകർന്നു നൽകി. അതെ, അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഈ പാരമ്പര്യത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം പൗലോസ് നമ്മൾ വായിക്കുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിലാണ് അതുള്ളത്. 2 തെസ്സലോനിക്കർ 2:15 നമ്മൾ വായിക്കാം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുകയും. ഇതിനെപ്പറ്റി ആൽബി 2 ദിവസം കഴിഞ്ഞ ലൈവില് വിശദമായിട്ട് പറഞ്ഞാണ് ഈ പ്രമാണം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് പ്രമാണമല്ല, പാരമ്പര്യമാണ്. അത് അപ്പം എഴുതപ്പെട്ട പാരമ്പര്യങ്ങളും എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങളിൽ ചിലത് എഴുതി വെച്ചിരിക്കുന്നത് ബൈബിളിലുണ്ട്. എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങൾ നമ്മുടെ സഭയുടെ ട്രഡീഷനായിട്ട് സഭയിൽ തന്നെ നിൽക്കുന്നു. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഈ ബൈബിൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് തന്നെ സഭയുടെ ഒരു പാരമ്പര്യമാണ്. നമുക്കറിയാം ഈ ബൈബിള് അച്ചടി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബുക്കായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നത്. അതിന് മുമ്പ് ഇതെല്ലാം ചുരുളുകളായിരുന്നു. അത് അല്ലെങ്കിൽ ആ തിരുവെഴുത്തുകളെല്ലാം സ്ക്രോൾസ് ആണ് എഴുതി വെക്കുന്നത്. അപ്പം ഈ സ്ക്രോൾസ് ആയിട്ട് എഴുതി വെച്ചിട്ട് ആ ഒരു സഭയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അപ്പസ്തോലൻ മറ്റൊരു സഭയിലേക്ക് അയക്കുമ്പോൾ ഈ എങ്ങനെയാണ് അവരത് സൂക്ഷിച്ചു വെച്ചത്? ആ സൂക്ഷിച്ചു വെച്ചത് തന്നെ ഓർത്തഡോക്സിയുടെ ഒരു പാരമ്പര്യത്തിന്റെ ഫലം കൊണ്ടാണ്. അല്ലെങ്കിൽ അവർ അന്ന് എടുത്ത് നമുക്ക് ഇന്നത് കിട്ടുകയില്ല. അപ്പൊ നമുക്കെന്നറിയാം, നമ്മുടെ പള്ളികളിൽ ബാവാ തിരുമേനിയുടെ ഒരു കൽപ്പന വരികയാണ്. നമ്മൾ എങ്ങനെയാ അത് വായിക്കുന്നത്? അത് വളരെ ബഹുമാനപൂർവ്വം ഭക്തിപൂർവ്വമാണ് അത് വായിക്കുന്നത്. എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടൊക്കെയാ വായിപ്പിക്കുന്നത്. അതെ, അച്ഛന്മാര് പ്രത്യേകം അനൗൺസ് ചെയ്യാറ് പോലും ഉണ്ട്, ബാവാ തിരുമേനിയുടെ കൽപ്പന വന്നിട്ടുണ്ട്, ആരും ഇരിക്കരുത്. അപ്പൊ എല്ലാവരും സഭ മുഴുവൻ എണ്ണിച്ചു നിന്ന് അതിന് 2 സൈഡിലും മെഴുകുതിരി കത്തിച്ച് പിടിച്ച് വളരെ ഭക്തിയാദരപൂർവ്വമാണ് നമ്മൾ കൽപ്പനകൾ വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ചില കൽപ്പനകളൊക്കെ വാട്സപ്പിൽ കറങ്ങി നടക്കുന്നത് അത് സന്ദർഭ പറഞ്ഞതേ ഉള്ളൂ. അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ശരിക്കും നമ്മുടെ കൽപ്പനകളെല്ലാം അത്ര കൃത്യമായിട്ടാണ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് സഭയുടെ പാരമ്പര്യമാണ്. ഒരു ബിഷപ്പിന്റെയോ
ഒരു സഭ തലവന്റെയോ എഴുത്തുകൾ വരുമ്പോൾ അതങ്ങനെ വായിക്കുന്നത്. നമ്മൾ ഈ ഒരു പാരമ്പര്യം നമ്മൾ പുറമോട്ട് ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് പുറമോട്ട് പോകുമ്പോൾ വടശ്ശേരി തിരുമേനിയുടെയോ പരിമള തിരുമേനിയുടെയോ ഒക്കെ ഒരു കൽപ്പന വായിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക. അവിടെ നിന്ന് പുറമോട്ട് പോയി നമ്മൾ ഒരു 3-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും ചെല്ലുമ്പോൾ അന്ന് ജീവിച്ചിരുന്ന ഒരു ബിഷപ്പിന്റെ ഒരു ലെറ്റർ അവർ വായിക്കുന്നത് നോക്കുക. അങ്ങനെ AD 367 ഈസ്റ്ററിനോടനുബന്ധിച്ച് എഴുതിയ ഒരു അത്താനാസ്യോസ് പിതാവിന്റെ ഒരു കൽപ്പന വായിക്കുന്ന രംഗമെന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടെ അദ്ദേഹം ലിസ്റ്റ് ചെയ്യുവാണ്, ഞാൻ ഈ താഴെ പറയുന്ന 27 പുസ്തകങ്ങൾ സഭയുടെ കാനൻ, പുതിയ നിയമ കാനനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അതൊരു പാരമ്പര്യമാണ്. അപ്പൊ അവിടുന്ന് പിന്നെയും പുറമോട്ട് നമ്മൾ വായിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ എത്തുമ്പോൾ ഒരു സഭയിൽ പൗലോസ്ലീഹായുടെ ഒരു എഴുത്ത് ഇതുപോലെ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പത്രോസ്ലീഹയുടെ എഴുത്ത് വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മത്തായി സ്ലീഹ എഴുതിയ ഒരു സുവിശേഷത്തിന്റെ ഭാഗം വായിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് വായിച്ച ആ പാരമ്പര്യം നമ്മള് സഭയിൽ നിന്ന് പുറമോട്ട് വായിക്കുമ്പോഴാണ് നമ്മൾ ആ സഭയുടെ ഓർത്തഡോക്സിയുടെ ആ ഒരു മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. ഓർത്തഡോക്സിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും ഒരു പാരമ്പര്യവുമാണ് ഈ വേദപുസ്തകം നമുക്കിന്ന് കിട്ടിയത്. സാന്ദർഭികമായിട്ട് പറയട്ടെ, നാളെ എല്ലാ പിതാക്കന്മാരെയും ഓർക്കുന്ന നോയമ്പിനുമുള്ള ആ ഞായറാഴ്ചയാണ് നാളെ വരുന്നത്. നമുക്ക് ഈ സമയം നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പിതാക്കന്മാരെയും ഈ അപ്പസ്തോലിക കാലം മുതൽ നമുക്ക് ഈ വിശ്വാസം പകർന്നു തന്ന എല്ലാ വിശുദ്ധ പിതാക്കന്മാരെയും, മലങ്കരയിലേക്ക് ഈ വിശ്വാസം കൊണ്ടുവരാൻ വഴിയൊരുക്കിയ പിതാക്കന്മാരെയും, നമ്മുടെ ആത്മീയ പിതാക്കന്മാരെയൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവസുതന്മാരായിടുവാനുള്ള പാട്ട് നമുക്കൊന്ന് കേൾക്കാം. പാട്ടിൽ പറഞ്ഞ പോലെ എത്രമാത്രം ശ്രേഷ്ഠമായിട്ട് എല്ലാ പിതാക്കന്മാരെയും നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും അനുസ്മരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിന് അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭയുടെ പാരമ്പര്യത്തെ അത്രമാത്രം നമ്മൾ ബഹുമാനിക്കുന്നു, അത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കും. അതെ. അപ്പൊ നമ്മൾ സംസാരിച്ചിട്ടിരുന്ന വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം, എങ്ങനെയാണ് ആദ്യത്തെ ആ പുസ്തകങ്ങൾ എഴുതപ്പെട്ടതെന്നുള്ളത്. അപ്പോ അങ്ങനെ നമ്മൾ പറഞ്ഞു, ദുരുപദേശങ്ങളെ തിരുത്താനും ഭിന്നതകളെ കലഹങ്ങളൊക്കെ മാറ്റാനാണ് ഈ പല എഴുത്തുകളും, പ്രത്യേകിച്ച് പൗലോസ്ലീഹായുടെ എഴുത്തുകൾ, ലെറ്ററുകളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ സുവിശേഷങ്ങളുടെ ഈ വാഗ് രൂപത്തിലുള്ള അല്ലെങ്കിൽ വാമൊഴിയായിട്ടുള്ള ഒരു പ്രചരണം എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ആദിമ സഭയിൽ അവർക്ക് എഴുതി വെക്കുന്നതിനെക്കാട്ടിൽ കേൾക്കുന്നതിനോടായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. കാരണം കള്ള എഴുത്തുകാരുണ്ട്, അത് വെരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളില്ല. അങ്ങനെ വരുമ്പോൾ വാമൊഴിയായിട്ട് കേട്ട് മനസ്സിലാക്കുന്നതാണ് നമുക്ക് അന്നത്തെ കാലത്തെ ആൾക്കാർക്ക് ഏറ്റവും പ്രിയമായിട്ടുണ്ടായിരുന്നത്. ആ ഒരു വാഗ് പാരമ്പര്യം തന്നെ നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു കഥ നറേറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷം നോക്കുക, അല്ലെങ്കിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നോക്കുക. ഒരാള് വെർബലി നമ്മൾ വായിച്ച് പറയുന്ന പോലെയാണ് അത്. നമുക്ക് ഒരാൾ വായിച്ച് കേൾക്കാൻ എന്ത് രസമാണെന്ന് ആലോചിച്ച് നോക്കുക. ആ ബൈബിൾ നമ്മൾ സ്വയം വായിക്കുന്നതിനെക്കാട്ടും അത് വായിക്കുന്ന കേൾക്കാനാണ് രസം. കാരണം അത് വാമൊഴിയായിട്ടുള്ള ഒരു സ്റ്റൈലാണ്, അത് ശൈലിയാണ് ആ എഴുതി വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഈ ഓരോ സുവിശേഷകനും ആ ഏത് നാട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഡിയൻസിന് വേണ്ടിയിട്ടാണോ അത് എഴുതിയിരുന്നത്, അതനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയായിരുന്നു അവര് വാമൊഴിയായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് മനസ്സിലാവും. ഒരു ഉദാഹരണം പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കർത്താവ് പറഞ്ഞ കഥയാണ്. ആ ഒരു ഉദാഹരണമാണ്, എന്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യം. മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയേക്കുന്നതാണ്, പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യം. കാരണം വലിയ മഴ വന്നു, കാറ്റടിച്ചു, ആ വീടിനൊന്നും സംഭവിച്ചില്ല. ഇപ്പൊ നമുക്ക് അറിയാം, പാറയും മലകളും മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മഴ പെയ്താൽ എങ്ങനെയായിരിക്കും? വെള്ളത്തിന്റെ കുത്തൊഴുക്കുണ്ടാവും മലകളിൽ, ഇല്ലേ, വാദിയൊക്കെ പോലെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താഴ്വാരത്തിൽ കൊണ്ട് വെള്ളം വീട് വെച്ചാൽ അത് ഒഴുക്കി ദൂരെ കൊണ്ടു. അപ്പൊ പാറയുടെ പുറത്താണ് വെക്കേണ്ടത്. അണ്ടർസ്റ്റുഡാണ്. ഇതേ കാര്യം തന്നെ ലൂക്കോസ് എഴുതിയേക്കുന്ന എങ്ങനെയാന്ന് നോക്കുക. 6-ാം അധ്യായം 46 മുതൽ 49 വരെ എഴുതിയേക്കുന്നത്, ആഴത്തിൽ കുഴിച്ച് വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. അത് മറ്റൊരു രാജ്യത്തെ ആൾക്കാർക്ക് വേണ്ടി അഡ്രസ് ചെയ്തി. അവിടെ വെള്ളപ്പൊക്കവും നദിയും ഉള്ള അതിപ്പോ പാറപ്പുറത്ത് കൊണ്ട് വീട് വെക്കേണ്ട കാര്യമില്ല. അവിടെ ആഴത്തിൽ
അടിസ്ഥാനമായിട്ടാണ് പണ്ട്. അപ്പൊ ഒരേ ഉപദേശം തന്നെയാണ് ആ വാമൊഴി പാരമ്പര്യത്തിൽ വന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പിതാക്കന്മാർ ഈ ബൈബിൾ എടുത്ത് നമുക്ക് ക്രോഡീകരിച്ച് തരുമ്പോൾ അതിൽ ഒരു മേക്കപ്പും വരാനായിട്ട് അവര് മനഃപൂർവ്വം ശ്രമിച്ചിട്ടില്ല. ഇപ്പം 4 സുവിശേഷങ്ങളിൽ തന്നെ നമ്മൾ നോക്കിയാൽ അത് തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ആദ്യം വിളിച്ച ശിഷ്യൻ ആരാണ്? അന്ത്രയോസ് ആണോ, പിന്നെ അന്ത്രയോസ് ആണോ യാക്കോബാണോ, അങ്ങനെ തീരുമാനം നമുക്ക് നോക്കുക. അല്ലെങ്കിൽ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് രംഗം വിശുദ്ധ മത്തായി വിശദീകരിച്ചിരിക്കുന്ന രീതിയും അല്ലെങ്കിൽ മറ്റൊരു യോഹന്നാന്റെ സുവിശേഷത്തിലോ ലൂക്കോസ് സുവിശേഷത്തിലോ വായിച്ചു നോക്കുക. അത് നമുക്ക് സഭാപിതാക്കന്മാരെ തന്നിരിക്കുന്നത് ആ 4 സുവിശേഷങ്ങളും. 4 സുവിശേഷം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. സുവിശേഷം ഒന്നേ ഉള്ളൂ, ഗുഡ് ന്യൂസ് ആണ്. ആ ഗുഡ് ന്യൂസ് 4 പേര് അവരുടേതായ രീതിയിൽ എഴുതിയെന്നേ ഉള്ളൂ. ആ 4ഉം കൂടെ വായിക്കുമ്പോഴാണ് നമുക്ക് ആ ഫുൾ പിക്ചർ കിട്ടുന്നത്. അതുകൊണ്ടാണ് അത്രയും ബൈബിൾ അത്ര സത്യസന്ധമാണ്. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യേശുക്രിസ്തുവിന്റെ വംശാവലി നോക്കുക. അതിനകത്ത് രൂത്ത് ഉണ്ട്, റാഹാബ് എന്ന് പറഞ്ഞ വേശ്യയുണ്ട്. അപ്പോ ബൈബിളിലെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ എല്ലാ വിധത്തിലുള്ള മനുഷ്യരും ഉണ്ട്. നല്ലവരുണ്ട്, ചീത്തയായവരുണ്ട്, അത്ര നല്ല ഹിസ്റ്ററി ഇല്ലാത്തവരുണ്ട്, ഉടഞ്ഞും തകർന്നു ഇരിക്കുന്നവരുണ്ട്, ദൈവത്തിനോട് മറുതരിച്ചു നിന്നവരുണ്ട്, പ്രവാചകന്മാരും രാജാക്കന്മാരും ആട്ടിടയന്മാരും എല്ലാവരും ഉണ്ട്. പക്ഷെ അതെല്ലാം ഒന്നിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഒരു പിക്ചറായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ആ ദൈവശാസ്ത്രത്തിനുള്ള വാല്യൂ ആഡഡ് കാര്യങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ബൈബിളിന്റെ പ്രത്യേകത. എനിക്ക് തോന്നുന്നത് നമ്മള് ഈ വേദപുസ്തകത്തെ നോക്കുന്നത് നമ്മൾ ടെലസ്കോപ്പ് വെളിയിൽ നിന്ന് നോക്കുന്ന പോലെ നോക്കാതെ ടെലസ്കോപ്പിനുള്ളിൽ കൂടെ നമ്മൾ നോക്കി ആ ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവത്തിന്റെ പദ്ധതി എന്താണ്, അല്ലെ ദൈവത്തിന്റെ സ്നേഹം എന്താണ്, അത് മനസ്സിലാക്കാൻ ആ രീതിയിൽ ഉപയോഗിക്കണമെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മുറിവാക്യമോ ഒരു വാക്യമോ എടുത്തുകൊണ്ട് പോകുന്ന അത്ര ശരിയല്ല. ഓക്കെ, നമ്മുടെ ആ വിഷയത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും ആ വിഷയത്തിലേക്ക് നമ്മൾ പിന്നീട് വരുന്നുണ്ട്. അതിനു മുമ്പ് ഈ ഒരു കാര്യം കൂടെ ആൽബി കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതാണ്, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം തുടങ്ങുമ്പോഴുള്ള ആ വാക്യം. അപ്പോൾ ഈ വേദപുസ്തകത്തിന്റെ ഒരു കാലഘട്ടം നമ്മളൊന്ന് പറയുവാണെങ്കിൽ, ഈ പുസ്തകങ്ങൾ എഴുതിയ ഒരു കാലഘട്ടം അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് എഴുതപ്പെട്ട പുതിയ നിയമ പുസ്തകം എന്ന് പറയുന്നത് AD 64-65 അടുപ്പിച്ച് പൗലോസ് ലീഗ എഴുതുന്ന ലേഖനങ്ങളാണ്. എഴുതുന്ന ലേഖനങ്ങൾ. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ആ ഗലാത്യ ലേഖനമാണ് എഴുതുന്നത്. അതിനുശേഷം അദ്ദേഹം മറ്റ് ലേഖനങ്ങൾ എഴുതുന്നു. ആദ്യത്തെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ലൂക്കോസ് സുവിശേഷം എഴുതുന്നത് തന്നെ ഏകദേശം AD 70 അടുപ്പിച്ചിട്ടാണ്. AD 70-80 മത്തായിയുടെ സുവിശേഷം വരുന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് AD 90 അടുപ്പിച്ചാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എഴുതപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നതിന് മുമ്പാണ് യോഹന്നാന്റെ ലേഖനങ്ങൾ എഴുതപ്പെട്ടത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് ലൂക്കോസ് ആ സുവിശേഷം തുടങ്ങുമ്പോൾ ഇങ്ങനെ എഴുതുന്നത്: ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടത് അത് ക്രമമായിട്ട് എഴുതുന്നത് നല്ലതെന്ന് സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിൽ തന്നെ വ്യക്തമാണ്, പലരും അവിടെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതാണ്, ദുരുപദേശകന്മാരാണ് ആദ്യമായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോ ഈ ദുരുപദേശം എഴുതിയവരും ശരിക്കുള്ള ഉപദേശം ഏതാണ്, അല്ലാത്തത് എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ലീഗ പറയുന്നത് ഈ ദുരുപദേശങ്ങളുടെ തിരത്തള്ളല് കാരണമാണ് നമ്മൾ ഇന്നും വളരെയധികം ആപ്ലിക്കബിൾ ആയിട്ടിരിക്കുന്ന പൗലോസ് ലീഗ ധന്യം ചൊല്ലുകട്ടെ എന്നുള്ള പാട്ട്, നമ്മൾ വിശുദ്ധ കുർബാനിലായാലും പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുന്നതിന് മുമ്പുള്ള ആ പാട്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. പൗലോസ് ശ്ലീഹ ധന്യം ചൊൽകേട്ടേനി ദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം. പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ അവസാനിപ്പിപ്പോൻ ധന്യൻ. പൗലോസ് ഗലാത്യക്കാരോട് അവരെ സഹായിക്കുവാണ്. പലതരം ഉപദേശങ്ങൾ നടക്കുന്നു, നിങ്ങൾ എങ്ങനെയാണത് തെറ്റി മാറിപ്പോയത്?
ഈ ഒരു ചോദ്യം ഇന്നും വളരെയധികം സുറിയാനി ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. പലതരം ഉപദേശങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ബൈബിള് മാത്രം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അല്ല നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ സഭ ഈ ചെയ്തത് ശരിയാണോ, നിങ്ങൾ ഈ ഫോളോ ചെയ്യുന്ന വിശ്വാസം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണല്ലോ, ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക, സഭയുടെ 3 ഭിത്തികളിൽ ഒരെണ്ണമാണ് ഈ ബൈബിൾ. ബാക്കി സഭയുടെ ഡോക്ടറിൽ അല്ലെങ്കിൽ സഭയുടെ ഉപദേശങ്ങൾ നിന്നുകൊണ്ട് അതിലൂടെ ഇതിനെ വായിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണത വരുന്നത്. അല്ലാതെ നമ്മൾ എവിടുന്നെങ്കിലും ഓരോ വാക്യങ്ങൾ എടുത്തിട്ട് അതിനെ പറയുന്നതല്ല. അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട് ആൽബി. നമ്മൾ 2 പത്രോസ് 3:15 പത്രോസിന്റെ ലേഖനം എഴുതുമ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഒരു വാക്യമാണ് അവിടെ പറയുന്നത്. അവിടെ അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ പത്രോസ് എഴുതുന്ന ആ സമയം ആവുമ്പോഴേക്ക് പൗലോസ് ലീഗയുടെ എല്ലാ ലേഖനങ്ങളും വന്നു കഴിഞ്ഞു, അല്ലെ പൗലോസ് ലീഗ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അപ്പോ അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായിട്ട് കോട്ടിക്കളയുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോട്ടിക്കളച്ചിൽ കാരണമാണ് ഇത്രയധികം നമ്മുടെ സഭയിൽ നിന്ന് ആ വിശ്വാസം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ള കൾട്ട് ഗ്രൂപ്പുകളിലേക്കും മോഡേൺ സഭകളിലേക്കും ഒക്കെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ അഥാനസിയോസ് പിതാവ് 27 പുസ്തകങ്ങളെ ലിസ്റ്റ് ചെയ്തത് ആൽബി കഴിഞ്ഞ ലൈവില് പറഞ്ഞതാണ് ഇല്ലേ? അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന മറ്റ് ലേഖനങ്ങളെ പറ്റി കൂടെ ഒന്ന് പറഞ്ഞാലോ ആൽബിക്ക്? അതിനെ പറ്റി കഴിഞ്ഞ ലൈവില് പറയാൻ വിട്ടുപോയിരുന്നു, അല്ല പറഞ്ഞിരുന്നില്ലേ? ആ ക്രോഡീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന മറ്റ് പുസ്തകങ്ങളെ പറ്റി അറിയാമോ? ഓക്കെ, അങ്ങനെ ഞാൻ തന്നെ പറയാം. ഈ അഥാനസിയോസ് പിതാവ് ഈ AD 367 ഈ 27 പുസ്തകങ്ങളുടെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതിനു മുമ്പ് AD 325 നിഖ്യ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ച് കൃത്യമായിട്ട് അത് ചെയ്തതിനു ശേഷമാണ് ആ സഭയുടെ വിശ്വാസത്തിലേക്ക് ഉതകുന്നത് എന്ന രീതിയിൽ ഈ പുതിയ നിയമ പുസ്തകങ്ങളെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ സമയത്ത് ഈ കാണുന്ന 27 പുസ്തകങ്ങൾ മാത്രമല്ല നിലവിലുള്ളതെന്നുള്ളതാണ്. ഇപ്പം നിങ്ങളൊന്ന് വിക്കിപീഡിയയിൽ എടുത്ത് നോക്കിയാൽ അറിയാം അന്നത്തെ ഗോസ്പൽസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഞാൻ ചിലത് മാത്രം ഒന്ന് വായിക്കാം. ഗോസ്പൽ ഓഫ് തോമസ്, ഗോസ്പൽ ഓഫ് മാർസിയോൺ, ഗോസ്പൽ ഓഫ് ബസീൽഡിയസ്, ഗോസ്പൽ ഓഫ് ട്രൂത്ത്, ഇങ്ങനെ കുറേ, ഗോസ്പൽ ഓഫ് മേരി, ജൂദാസിന്റെ സുവിശേഷം, പിന്നെ ഗോസ്പൽ ഓഫ് ഈജിപ്ഷ്യൻസ്, ഗോസ്പൽ ഓഫ് ഫിലിപ്പ്, ഇങ്ങനെ കുറേ ഉണ്ട്. അത് കൂടാതെ എബ്രായിക്ക് എഴുതിയ വേറൊരു ലേഖനം, നസ്രായർക്ക് എഴുതിയ ലേഖനം, എബ്നൈറ്റ്സിന് എഴുതിയ ലേഖനം, ഗോസ്പൽ ഓഫ് 12 അപ്പസ്തോലന്മാരുടെ ഗോസ്പല്, ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അത് കൂടാതെ നമ്മുടെ സഭയിൽ തന്നെ പ്രബോധനങ്ങൾക്കായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ബൈബിളിലല്ലാത്ത പുസ്തകങ്ങളുണ്ട്. ഉദാഹരണം മോർ ഇഗ്നാത്തിയോസിന്റെ 7 ലേഖനങ്ങൾ, 7 ലേഖനങ്ങൾ. അതുപോലെ മാർ ക്ലെമീസ് എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ, ഡിഡാക്കെ എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് ആദിമ സഭയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? ഉദാഹരണം ത്രിതല പൗരോഹിത്യം, ഇപ്പൊ ഒരു ബിഷപ്പ്, ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡീക്കൺ, ഇങ്ങനെയുള്ള 3 ത്രിതല സംവിധാനം എങ്ങനെയാണെന്നൊക്കെയുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലുള്ള പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്നാണ്. പക്ഷെ ഈ കാനനൈസ് ചെയ്ത ആ 27 പുസ്തകങ്ങൾ എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിലേക്ക് ലിസ്റ്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ, നമ്മുടെ സഭ അന്ന് വരെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒറിജിനൽ യഥാർത്ഥ വിശ്വാസത്തിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 3 കാര്യങ്ങളാണ്. ഒന്ന് അതിന്റെ നമ്മുടെ ലിറ്റർജി, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങള്, അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന തിരുവെഴുത്തുകൾ. അതാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം കൂടെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാം. ഇപ്പോ വെളിപാട് പുസ്തകം എന്ന് പറഞ്ഞ പുസ്തകം നമ്മുടെ പുസ്തക വേദപുസ്തകത്തിലുണ്ട്. പക്ഷെ നമ്മള് സഭയുടെ ഒരു വർഷത്തെ ലേഖനങ്ങൾ, ആണ്ടുവായനക്കുറിപ്പ്, വേദവായനക്കുറിപ്പുകളുണ്ടല്ലോ ഒഫീഷ്യലായിട്ടുള്ള, അത് നോക്കുകയാണെങ്കിൽ വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള ഒരു അധ്യായം പോലും നമുക്ക് അത് കാണാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ക്രിസ്മസിന് അന്നത്തെ വായനയോ അല്ലെങ്കിൽ മറ്റു ചില ദിവസങ്ങളെ വായന നോക്കിയാൽ ഈ സത്യവേദ പുസ്തകം 66 പുസ്തകങ്ങൾ ഇല്ലാത്ത മഹാജ്ഞാനം എന്ന് പറഞ്ഞ പുസ്തകത്തിനും ബാറാക്കിന്റെ പുസ്തകത്തിനൊക്കെയുള്ള വായനകൾ അതിൽ വരുന്നുമുണ്ട്. അപ്പോ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങളുടെ ശരിക്കുള്ള പർപ്പസ് എന്ന് പറയുന്നത് ആ വിശ്വാസം ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് അതിലെ ആ പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ കൂടെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആരൊക്കെയോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എന്തോ ഒരു ചോദ്യം ഞാൻ കണ്ടിരുന്നു, നമ്മുടെ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾ എന്താണ് തോമസിന്റെ സുവിശേഷം വായിക്കാത്തത്? അപ്പൊ അതിന്റെ കാരണം ഇതാണ്, തോമസ് ലിഹ എഴുതിയ സുവിശേഷമാണെന്നുള്ളതിന് തെളിവൊന്നുമില്ല. തോമസിന്റെ സുവിശേഷം എന്നൊരു പേരുണ്ടെന്നേ ഉള്ളൂ. അത് മാത്രമല്ല, ആ സുവിശേഷം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ ഈ പ്രബോധനപരമായ കാര്യങ്ങൾ അതിൽ ഉണ്ടാവില്ല.
അപ്പൊ ഒരാളുടെ പേരിൽ മറ്റൊരാൾ എഴുതി എന്ന് പറയുന്നതുകൊണ്ട് മാത്രം അത് ബൈബിളിൽ ഉൾപ്പെടുത്താൻ അത് യോഗ്യമല്ല. അന്നത്തെ കാലഘട്ടത്തിൽ അത് അത്താനീസ് പിതാവ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത സുന്നഹദോസ് അംഗീകരിക്കുമ്പോൾ അതിന് ചില ക്രൈറ്റീരിയകളുണ്ടായിരുന്നു. അപ്പസ്തോലന്മാര് അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ശിഷ്യന്മാരും എഴുതിയതായിരിക്കണം എന്നുള്ളതാണ് ഒരു നിബന്ധന. അതുപോലെ അത് ഔദ്യോഗികമായിട്ട് അവർക്ക് വ്യക്തമായിട്ടും വ്യക്തതയുണ്ടായിരുന്ന പുസ്തകങ്ങളെ മാത്രമേ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. അതിനേക്കാൾ ഉപരി ഒരു കാര്യം കൂടെ ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതാണ്, സഭയുടെ ഉപദേശത്തിനോട് ചേർന്ന് നിൽക്കുന്ന പുസ്തകങ്ങൾ മാത്രമാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. അല്ലാതെ സഭയുടെ ഉപദേശങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ തെറ്റ് അല്ലെങ്കിൽ സഭയുടെ ഉപദേശവുമായിട്ട് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടാണ്. അപ്പൊ അതായത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സഭയാണ് ബൈബിൾ ക്രോഡീകരിച്ചത്, സഭയ്ക്ക് വേണ്ടി, സഭയുടെ ഉപദേശത്തിന് വേണ്ടിയാണ് ബൈബിൾ ക്രോഡീകരിച്ചത്. അതെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സഭയുടെ ശുശ്രൂഷകന്മാരായ ആളുകൾ വഴി സഭയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പുസ്തകമാണ്, സഭയിൽ നിന്നുണ്ടായി വന്ന പുസ്തകമാണ് ഈ വിശുദ്ധ പുതിയ നിയമ ക്യാനൺ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള മലങ്കര ഓർത്തഡോക്സ് ചർച്ചിന്റെ വിശ്വാസികൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ വന്യ TJ ജോഷുവാച്ചൻ എഴുതിയ പ്രകാശത്തിലേക്ക് എന്നൊരു പുസ്തകമുണ്ട്. അത് നമ്മുടെ ദിവ്യബോധനം കോഴ്സിന്റെ ആദ്യത്തെ ഫസ്റ്റ് ബുക്കാണ്. ദിവ്യബോധനത്തിന്റെ ആദ്യം പഠിക്കുന്ന നമ്മുടെ ബുക്കാണ് ഈ പ്രകാശത്തിലേക്ക്. അത് വായിക്കുവാണെങ്കിൽ, മലയാളത്തിലും ഉണ്ട് ഇംഗ്ലീഷിലും ഉണ്ട്, അത് വായിക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഈ പുതിയ നിയമ പുസ്തകങ്ങൾ ഉണ്ടായി വന്നുള്ളത് വളരെ വ്യക്തമായ അതിന്റെ ഒരു ചരിത്രം, കാലഘട്ടം, അതിന്റെ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ പറ്റും. ഓൺലൈനിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ ദിവ്യബോധന പദ്ധതിയിൽ എല്ലാവരും ചേരുക. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. പിന്നീട് വന്ന് നമ്മുടെ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പൊ വന്നപ്പോഴത്തേക്ക് ആകപ്പാടെ വേദപുസ്തകത്തിലെ ചെറിയ വാക്യങ്ങൾ അനുസരിച്ച്, ഓരോ വാക്യം അനുസരിച്ചും ഓരോരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറി. അത് എനിക്ക് തോന്നുന്നു അറിവില്ലായ്മയായിരിക്കാം, ആളുകളെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഈ ലിറ്റർജിയിൽ കൂടെ വിശ്വാസം നമ്മുടെ സഭ ഉറപ്പിച്ചു നിർത്തുന്നത്? അതിനെപ്പറ്റി ഒരു 3-4 ഉദാഹരണങ്ങൾ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ആൽബിക്ക് അതിനു മുമ്പ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഈ ഇതുവരെ പറഞ്ഞതുമായിട്ട്? ഇല്ല, ഇത്രയും പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ഒരു ഓർത്തഡോക്സ് വിശ്വാസി അല്ലെങ്കിൽ ഒരു സുറിയാനി സഭ വിശ്വാസി, ഒരു അപ്പോസ്തോലിക വിശ്വാസി മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങള് ബൈബിളിൽ മാത്രം കേന്ദ്രീകൃതമല്ല. ഓക്കെ, അതിനെ പറ്റിയാണ് നമ്മൾ ഇനി കൂടുതലായിട്ട് കുറച്ചും കൂടെ ഒരു കൃത്യമായ ഉദാഹരണങ്ങളെ കൂടി നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. 4 കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നിഖ്യ വിശ്വാസ പ്രമാണം. അത് നമ്മുടെ എല്ലാ വിശ്വാസത്തിന്റെയും അടിസ്ഥാനമാണ്. AD 325 ക്രോഡീകരിച്ച ആ വിശ്വാസം. ഈ വിശ്വാസ പ്രമാണം നിഖ്യ സുന്നഹദോസിൽ വെച്ച് അതിന്റെ മൂലരൂപം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസ പ്രമാണം ഉണ്ടാക്കാൻ വേണ്ടി കൂടിയ ഒരു കൗൺസിൽ അല്ല. ഈ സഭയിൽ അതുവരെ നിലനിന്നിരുന്ന വിശ്വാസം അവിടെ വെച്ച് ആ ദുരുപദേശന്മാരെയൊക്കെ തള്ളിക്കൊണ്ട് അവരത് എഴുതി വെക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ വിശ്വാസ പ്രമാണമാണ് നമ്മുടെ എല്ലാ ബാക്കി വിശ്വാസങ്ങളുടെയും അടിസ്ഥാനം. അപ്പൊ അതിനെപ്പറ്റി ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം. അത് എന്തൊക്കെയാണ് നമ്മൾ അതിൽ പറയുന്നത്? ആദ്യം, സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടിതാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും അടിസ്ഥാന വിശ്വാസമാണ് തൃത്വത്തിലുള്ള വിശ്വാസം. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ പാരഗ്രാഫിൽ നമ്മൾ പിതാവിൽ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം അവിടെ പറയുക. രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മൾ ശ്രദ്ധിക്കും. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും. അപ്പം ഈ പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചവനാണെന്നാണ്, സൃഷ്ടിയല്ല, പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും. വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തേക്കുവാണ്. പിതാവും പുത്രനും ബൈ എസെൻസ് അവരൊരേ സത്വം, അവരാ സത്താപരമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യത്തിൽ നിന്നുള്ള സത്യദൈവവും. ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും. അവിടെ ഒരു സബോർഡിനേഷനോ ഏറ്റക്കുറച്ചിലോ ഇല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവർ ഒരേ ലെവലിലുള്ള, ഒരേ സത്തയിലുള്ള 3 വ്യക്തികളാണ്. അതാണ് നമ്മുടെ സഭയുടെ വിശ്വാസം. അപ്പോ സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും. അടുത്തത് ഇൻകാർണേഷനെ പറ്റി പറയുവാണ്. എങ്ങനെയാണ് പുത്രൻ മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. ആ പുത്രൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ താഴേക്ക് വരുന്നത്. ഒരു ലിമിറ്റഡ് വേൾഡിലേക്ക് വരുവാണ്. ആ അപരിമേയനായ ഒരു ദൈവം തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരയായി തീർന്നു.
മനുഷ്യനായി. പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ കന്യകമറിയാം എന്നുള്ള പറയുന്ന ഒരു വാക്ക് വിട്ടുപോയി, പരിശുദ്ധ റുഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി. അപ്പോ അവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധ റൂഹ ആ മറിയാമിന്റെ മേൽ ആവസിച്ചു. അങ്ങനെ ഉണ്ടായ ആ കുട്ടി അത് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവിടെയാണ് ദൈവവും മനുഷ്യജാതിയുമായിട്ടുള്ള ആ ഒരു യൂണിയൻ, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ വന്ന് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മറിയാമിന് ദൈവമാതാവ് എന്നുള്ളൊരു സ്ഥാനപ്പേര് തിയോട്ടോക്കോസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം മോഡേൺ സഭകൾ ചോദിക്കും, എന്തിനാണ് മറിയാമിനെ ഇത്രയധികം ഉയർത്തുന്നത്? അത് മറിയാമിനെ ഉയർത്തുന്നതല്ല, മനുഷ്യവർഗത്തിന്റെ ആ മഹത്വീകരണം. മനുഷ്യവർഗം ദൈവം താന്നു വന്നതുകൊണ്ട് എത്രത്തോളം മഹത്വീകരിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുവാണ്, വിശ്വാസ പ്രമാണത്തിൽ പറയുകയാണ്. അപ്പോ അടുത്തത്, പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ഈ മരിച്ചതും അടക്കപ്പെട്ടതും എല്ലാം വളരെ റിയൽ ആയിട്ട് നടന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പൊന്തിയോസ് പിലാത്തോസിനെ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഹിസ്റ്റോറിക്കലി അവിടെ നടന്ന സംഭവമാണ്, അല്ലാതൊരു മായക്കാഴ്ചയല്ല. അതൊന്ന് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതു ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിക്കുവാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനുമായ യേശുമിശിഹായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ആരാണ് ക്രിസ്തു, എന്തുവാണ് ക്രിസ്തു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് 2-ാമത്തെ പാരഗ്രാഫിൽ ഡിഫൈൻ ചെയ്തേക്കുവാണ്. ആൽബിക്ക് അറിയാം, ഈ പുതിയ സഭകളൊക്കെ നോക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് പോലും വ്യക്തതയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരാളാണോ, ഒരേ ദൈവം തന്നെ 3 വന്നതാണോ, അതോ ഇതും എല്ലാം ഒരാളാണോ? ഇങ്ങനെ പലവിധ ദുരുപദേശങ്ങള് അറിയൂസിന്റെ കാലത്ത് നടന്നത്, ആദിമ സഭ മുതൽ നടന്നത്, ഇന്നും ഈ കാലത്ത് നടക്കുന്ന വിശ്വാസികൾ ആയ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ അവരോട് സംസാരിച്ച് നോക്കിയാൽ എനിക്കറിയാം എത്രത്തോളം വ്യക്തത കുറവാണ്. അപ്പോഴാണ് സുറിയാനി സഭ ഇത്ര കൃത്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ വിശ്വാസം അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ അടുത്ത പാരഗ്രാഫിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിചാരിക്കും ബൈബിളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊരു വാക്യം അവിടെ ഇല്ലാത്തത് എന്താ? അത് ബൈബിളിന് പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടല്ല. ശരിക്കും പറഞ്ഞാൽ സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സഭയിൽ നിന്നുണ്ടായി വന്ന, സഭയ്ക്ക് വേണ്ടി ഉണ്ടായ സഭയുടെ ശുശ്രൂഷകന്മാരാൽ എഴുതപ്പെട്ട ഈ പുസ്തകം ആയതുകൊണ്ടാണ് ആ കൂട്ടത്തിൽ ബൈബിളിന്റെ കാര്യം പറയാറ്. സഭ എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ട് ഈ വിശുദ്ധ വേദപുസ്തകം. അതില്ലാതെ ഈ പറയുന്ന വിശ്വാസ പ്രമാണം പോലും ഫുള്ളായിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് ഡിഫൈൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഈ വിശ്വാസ പ്രമാണം ഒരു പ്രാവശ്യം ഒരു സുറിയാനിക്കാരൻ ചൊല്ലിക്കഴിയുമ്പോൾ ഏകദേശം 600-ലധികം ബൈബിൾ വാക്യങ്ങൾ അതിനകത്ത് റെഫറൻസ് ആയിട്ട് പഠിച്ചു പോകുന്നുണ്ടല്ലേ. അപ്പൊ നമ്മളെ കേൾക്കുന്ന സുറിയാനിക്കാരെല്ലാവരും വിശ്വസിക്കാൻ, നിങ്ങൾക്ക് പല ബൈബിൾ വാക്യങ്ങളും അറിയത്തില്ലെങ്കിലും നിങ്ങളോട് ആരും വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം ചൊല്ലാൻ അറിയാമെങ്കിൽ ഏകദേശം 600 വാക്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ സഭയിലെ ആശയം പഠിച്ചു കഴിഞ്ഞു. യജമാനൻ വരും അന്നേരം ഉണർവോടെ എന്ന പാട്ട് പാടാൻ അറിയാവുന്നവർക്ക് ഓൾറെഡി ഒരു വാക്യം അറിയാം. കർത്താവ് അരുളി ചെയ്തു ഞാൻ ജീവന്റെ അപ്പം എന്ന് പറയുന്ന പാട്ട് പാടുന്നവർക്ക് മറ്റൊരു വാക്യം അറിയാം. അപ്പം ഏത് പാട്ടെടുത്താലും അതൊരു ബൈബിൾ വചനത്തിന്റെ അല്ല വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ ഓരോ പാട്ടും ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മൾ പറയുന്നതിന്റെ കാരണം. ഇനി അടുത്ത പറഞ്ഞിടയ്ക്ക് ഈ ട്രിനിറ്റി കറക്റ്റായിട്ട് നമുക്ക് അപ്പോസ്തോലിക സഭ, അതായത് നിക്കാ വിശ്വാസ പ്രമാണം ചൊല്ലുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അതാണ് യഥാർത്ഥ റിയൽ ട്രിനിറ്റി. അല്ലാതെ ഈ ഇപ്പോഴത്തെ പുതിയ ആളുകളൊക്കെ വന്നിട്ട് ട്രിനിറ്റി അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതൊക്കെ റോങ് ആണ്. യഥാർത്ഥ ട്രിനിറ്റി വർഷിപ്പ് ചെയ്യുന്നതും ട്രിനിറ്റി നമ്മൾ പ്രഖ്യാപിക്കുന്നതും നിക്കാ വിശ്വാസ പ്രമാണത്തിലൂടെ. ശിവജാൻ കണ്ടിന്യൂ ചെയ്തോ? അതെ, നമ്മൾ അതിലേക്ക് തന്നെയാണ് അടുത്ത പോയിന്റ്. ഓർത്തഡോക്സിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ട്രിനിറ്റിയിലുള്ള വിശ്വാസവും രണ്ടാമത്തേത് കർത്താവിന്റെ മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസവും. ഇപ്പോ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തുടങ്ങുന്ന ഇങ്ങനെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് മാത്രമല്ല, ആദ്യം മുതൽ എന്നേക്കും അപ്രകാരം തന്നെ ആമേൻ എന്ന് പറഞ്ഞാൽ ലോകത്തൊരു പൊടി പോലും സൃഷ്ടിക്കുന്നതിന് മുമ്പ് പോലെ തന്നെ ഈ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും അങ്ങനെ നിൽക്കുകയാണ്. അവരുടെ ആ സ്തുതി, അവര് തമ്മിലുള്ള സ്നേഹം, അവർ തമ്മിലുള്ള ഐക്യം, അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോ എന്നാൽ നേരെ മറിച്ച് നമ്മൾ നോക്കിയാൽ നമ്മളോട് വാദിക്കാൻ വരുന്ന ആൾക്കാർ പറയും തൃത്വം എന്നൊരു വാക്ക്, അല്ലെ ട്രിനിറ്റി എന്നൊരു വാക്ക് ബൈബിളിൽ കാണിച്ചതാണ്. ഇല്ല, ബൈബിളിൽ തൃത്വം എന്നൊരു വാക്കില്ല. പക്ഷേ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ തൃത്വം എങ്ങനെയാണെന്നുള്ളതിന്റെ വളരെ വ്യക്തമായ വളരെയധികം വ്യക്തതയോടെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പം അതിന് ഇന്ന് നമ്മുടെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റൊരു ദിവസം അത് നമുക്ക് വിശദീകരിക്കാം.
അപ്പോൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആരാധനാ ഗീതങ്ങളിലും പെന്തിക്കോസ്തി പെരുന്നാളിൽ പ്രത്യേകിച്ച് പെന്തിക്കോസ്തി പെരുന്നാൾ ദനഹ പെരുന്നാളില് ട്രിനിറ്റിയുടെ ആ ഒരു റെവലേഷനാണ്. അപ്പൊ അന്നത്തെ സെദറ പ്രാർത്ഥനകൾ ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ, പാട്ടുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ പിതാക്കന്മാർ ഈ തൃത്വത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നുള്ളത്. അപ്പോ അവർ തമ്മിൽ ഒരു ഏറ്റക്കുറച്ചിലുകളും ഇല്ല എന്ന് മാത്രമല്ല, ഇനി തൃത്വത്തിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ തൃത്വത്തിനെ പറ്റി എന്തെങ്കിലും ഇത് മൂന്ന് ഒരു ദൈവമാണോ അതോ പലതായിട്ട് വന്നാണെന്നുള്ളവർ മനസ്സിരുത്തി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 17 ഈ 4 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുക. അത് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കർത്താവ് അവതരിപ്പിച്ചു തരുന്ന ആ പിതാവ് എന്താണ്, ആരാണ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അവർ തമ്മിലുള്ള ആ ഒരു ആരാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സദറാകളും ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റും ഇങ്ങനെ നമ്മൾ എൻഡ് ചെയ്തുള്ളൂ. അതുപോലെ ആശീർവാദം പറയുമ്പോൾ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും വിശുദ്ധ റുഹായുടെ സംബന്ധവും ആവാസവും പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എലിവേഷൻ ഓഫ് ഹോളി മിസ്റ്ററീസ്, നമ്മുടെ ആ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തില് അതിൽ നമ്മൾ ആ തൃത്വത്തെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോ ഒരു വാക്യം മാത്രം നമുക്കിവിടെ പറയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 23 വാക്യം. അവിടെ പലർക്കും ഒരു ധാരണയുണ്ട്, പ്രത്യേകിച്ച് മോഡേൺ സഭകളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു യുഗമാണ് ഇപ്പൊ നടക്കുന്നത്. പിതാവും പുത്രനും ദൂരെ എവിടെ ഇരിക്കുവാണെന്നുള്ളത്. എന്നാൽ സഭയുടെ വിശ്വാസം അങ്ങനെയല്ല. പിതാവും പുത്രനും ദൂരെ ഇരിക്കുകയും പരിശുദ്ധാത്മാവ് മാത്രം ഇവിടെ ഇരിക്കുകയല്ല. വിശുദ്ധ തൃത്വത്തിന്റെ നടുവിലാണ് സഭ ഇരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാക്യം കേൾക്കുക. ഈ യോഹന്നാന്റെ സുവിശേഷം 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. യേശുകർത്താവ് പറയാണ്, എന്റെ വചനം ചെയ്യുന്നവന്റെ അടുത്ത് പിതാവും ഉണ്ട്, ഞാനും ഉണ്ട്. പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഈ ആരാധനാ ഗീതങ്ങളില് ഉടനീളം നമുക്ക് ഈ തൃത്വത്തിനെ കാണാൻ പറ്റും. നമ്മുടെ ഓർത്തഡോക്സ് ചർച്ചിന്റെ ആരാധന. അതിലെ ഒരു പാട്ട് മാത്രം നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ വിവാഹ കൂദാശയിലെ സുന്ദരികളിൽ അതിസുന്ദരിനി എന്ന പാട്ടിന്റെ 3ാമത്തെ ഖണ്ഡികയില് നല്ല കൃത്യമായി എന്താണ് ഈ സഭയും ഈ തൃത്വവും തമ്മിലുള്ള ആ ബന്ധം എന്താണ്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സഭയോതുന്നെ 3 കോട്ടകൾ ചുറ്റുന്നു, വഞ്ചകനാം ദുഷ്ടാത്മാവിനുള്ളിൽ പുകീട ബന്ധിച്ചവയാണന്യോന്യം 3 കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്താൻ. താതസുതാമലറൂഹായാം ഏകത്വം തൃത്വം മഹിമയിഴും മണവാട്ടി സമം മധ്യമേവുന്നേ. ഹാലേലൂയ, ഓ ഹാലേലൂയ. ഓക്കെ, വീണ്ടും ആ പാട്ടിന്റെ സൗണ്ട് അത്ര ക്ലിയർ അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പറയാം. അവിടെ പാടുന്നത് സഭയോതും തന്നെ 3 കോട്ടകൾ ചുറ്റുന്നു. സഭ പറയുകയാണ്, എന്നെ 3 കോട്ടകൾ എന്റെ ചുറ്റിനുമുണ്ട്. അതാരാന്നറിയുമ്പോൾ 3 കോട്ടകൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ 3 കോട്ടകൾക്കുള്ളില് വെറുതെ 3 കോട്ടകൾ 3 സ്ഥലത്ത് നിൽക്കുമല്ല, അന്യോന്യം ബന്ധിച്ചവയാണ് ഈ കോട്ടകൾ. എന്ന് പറഞ്ഞാൽ ഈ 3 കോട്ടകൾ അന്യോന്യം കണക്ട് ചെയ്തേക്കുവാണെങ്കിൽ സഭ അതിന്റെ നടുക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് താത സുതാ വിമലാത്മാവാം ഏകത്വം തൃത്വം. ആ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഏക ദൈവമായ തൃത്വത്തിന്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് വളരെ ദൂരെ ഇരിക്കുന്ന ഒരു ദൈവമല്ല, വളരെ വെരി മച്ച് ഈസ് പ്രസന്റ് എന്നുള്ള നമ്മുടെ ചുറ്റിനും. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ തൃത്വത്തിനെ പറ്റിയുള്ള അത് നമ്മൾ പറയുന്നത് സഭയിൽ. അത് കൂടുതലായിട്ട് നമുക്ക് ആൽബി എപ്പോഴും ലൈവ് ചെയ്യുമ്പോൾ തൃത്വത്തിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ വരുമെന്ന് സംസാരിക്കാൻ പറ്റി വിശദമായിട്ട്. ഓക്കെ, ഇനി അടുത്ത 2ാമത്തെ അടിസ്ഥാന പ്രമാണത്തിലേക്ക് പോട്ടെ. അതെ, ഓക്കെ. അടുത്ത 2ാമത്തെ ഓർത്തഡോക്സിയുടെ ഏറ്റവും അടിസ്ഥാന പ്രമാണമാണ് ഇൻകാർണേഷൻ. ദൈവത്തിന്റെ പുത്രനായ ദൈവത്തിന്റെ മനുഷ്യാവതാരം, വചനമായ ദൈവം ജഡമായി അവതരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോ അവിടെ വന്നത് യേശുക്രിസ്തു എന്തിനാണ് ലോകത്തിലേക്ക് വന്നത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ലിറ്റർജിയിൽ നമ്മളോട് പറയുന്നുണ്ട്. യേശുക്രിസ്തു ദൈവമായിട്ട് ഇവൻ ലോകത്തിലേക്ക് വന്നത് മനുഷ്യരെ ദൈവവുമായിട്ട് നിരപ്പിക്കാനാണ്. ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് യേശുക്രിസ്തു പാപമോചനം അത് ക്രൂസിൽ സാധ്യമാക്കിക്കൊണ്ട് 2 വർഷത്തെയും നിരപ്പിച്ച് സമാധാനം വരുത്തി. ദൈവത്തിനെ പറ്റിയുള്ള ഒരു കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ദൈവത്തിനെ പറ്റിയുള്ള അത് അന്ന് വരെ മനുഷ്യരുടെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം കോപിക്കുന്ന ദൈവമാണോ, കത്തിക്കുന്ന ദൈവമാണോ?
അപ്പം ആ ഒരു സ്നേഹം യേശു കുരിശിൽ കാണിച്ചു കൊടുക്കുകയാണ്. ക്ഷമിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിന്റെ ആ പൊസിഷനിൽ ആ മഹത്വത്തെ മുഴുവൻ കാത്തുവെച്ചിട്ട് ലോകത്തിലേക്ക് വന്നു, വളരെ നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മുടെ ഇടയിൽ താമസിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ രോഗികളോടുകൂടെയും കഷ്ടപ്പെടുന്നവരുടെ കൂടെയൊക്കെ ആയിരുന്നു ദൈവം, അല്ലാതെ ഒരിക്കലും ഒരു കൊട്ടാരത്തിൽ താമസിക്കുകയോ ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ വലിയ നോയമ്പിലെ നമ്മൾ ആ 3-ാമത്തെ ആഴ്ച നമ്മളൊരു പാടും കുഷ്ഠം പൂണ്ടോർ എന്നുള്ളൊരു പാട്ടുണ്ട്. അതിൽ ആ യേശു ക്രിസ്തു വന്നിട്ട് എങ്ങനെയാണ് ആ പരശുശ്രൂഷ ചെയ്തതെന്നുള്ളതിന്റെ വളരെ നല്ലൊരു വിശദീകരണമാണ് അതിനകത്ത് നമ്മൾ കാണുന്നത്. അത് ആൽബിഡിൽ ആ പാട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, ഉണ്ടോ? കുഷ്ഠം പൂണ്ടോർ സൗഖ്യം നേടി? ഇല്ല. ഓക്കെ, സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം. അപ്പോ അതില് നമ്മുടെ സഭ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മള് ഈ മർത്യന്മാർ തൻ വർഗത്തിന് മുഴുവൻ രക്ഷ കൊടുക്കാനായിട്ടാണ് യേശു ക്രിസ്തു വന്നത്. നമ്മള് ഒരു വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ തന്നെ സെവേറിയോസിന്റെ മാനീസ പാടിക്കൊണ്ട് തുടങ്ങുമ്പോൾ അത് നമ്മൾ പാടും, മർത്യന്മാർ തൻ വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി. മനുഷ്യവർഗത്തിന് മുഴുവനാണ് ജീവനും രക്ഷയും. വേറൊരു പാട്ട് നോക്കുക, കെംതായിലെ ഒരു പാട്ട്, ദൈവമുയർത്തു മഹത്വത്തോടാദാമിനെയും തൻ മക്കളെയും ജീവിപ്പിച്ചു. അപ്പം ആദാമിന്റെ മക്കളെ ജീവിപ്പിക്കാനായിട്ടാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. അപ്പൊ അത് റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ ഈ ലിറ്റർജിയിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അത് എവിടെ നിന്നാണ് സഭയ്ക്ക് ഇത് കിട്ടുന്നത്? ഈ തിരുവെഴുത്തുകളിൽ നിന്നാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2:10, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. മാലാഖമാർ ആട്ടിടയന്മാരോട് വന്ന് പറയുന്ന വചനമാണ്. അതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇവൻ സകല ലോകത്തിന്റെയും പാപങ്ങളിൽ നിന്ന് മോചനം കൊടുക്കാനായിട്ടാണ് ഈ രക്ഷകൻ വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് പിതാക്കന്മാർ ഇങ്ങനെ ഊഹിച്ചുണ്ടാക്കിയതല്ല, അത് കൃത്യമായിട്ടും സ്ക്രിപ്ചറൽ ആണെന്ന് കാണിക്കാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഇനി നമ്മുടെ നമസ്കാരങ്ങൾ നോക്കുക. നമുക്കറിയാം, നമ്മുടെ ഒരു വർഷത്തെ നമസ്കാരം സ്ലീബ നമസ്കാരം എന്നും കെംത നമസ്കാരം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പം ഉദോസിത്തോ ഞായറാഴ്ച മുതൽ നമ്മുടെ എൽദോ വരെയും ഈസ്റ്റർ വരെ സ്ലീബയുടെ നമസ്കാരമാണ്. അത് കഴിഞ്ഞ് ഈസ്റ്റർ മുതൽ അടുത്ത ഗുദോസിത്തോ വരെ നമ്മൾ കെംതയുടെ നമസ്കാരമാണ്. എന്ത് പറ്റി ആൽബി? കെംതയുടെ നമസ്കാരമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് നമസ്കാരങ്ങൾ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കിത് സാധാരണ പാട്ടുകളായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. സ്ലീബയുടെ നമസ്കാരം എന്ന് പറയുമ്പോൾ സ്ലീബയുടെ നമസ്കാരത്തില് പറയുന്ന ഫുൾ തീം എന്ന് പറയുന്നത് ജനനത്തെ പറ്റിയാണ്, ഇൻകാർണേഷനെ പറ്റിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനകത്ത് കന്യക മറിയാമിന്റെ പാട്ട് കൂടുതലായിട്ട് വരുന്നത്. മാതാവിന്റെ പാട്ടുകൾ വരുന്നതല്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ മനുഷ്യാവതാരത്തിൽ അല്ലെ മനുഷ്യനായിട്ട് ജനിച്ചതിൽ ആ മറിയത്തിന്റെ പങ്ക് എത്രത്തോളം വലുതാണെന്നുള്ളതാണ്. ഇപ്പം യേശു പിതൃസുതനെ എന്നുള്ള പാട്ട് നോക്കുക. ആദ്യത്തെ വരിയിൽ യേശു പിതൃസുതനെ ഞങ്ങളെ കാക്കണമേ, യേശു ഞങ്ങളെ തുണയ്ക്കണമേ. കുഷ്ഠം പൂണ്ടോർ സൗഖ്യം നേടി, അന്ധന്മാർ കാഴ്ച പ്രാപിച്ചു, തൻ ധ്വനി കേട്ടമൃതരുദ്ധിതരാൻ ഓടി മുടന്തന്മാർ ശീഘ്രത്തിൽ തന്നെ പിതാവതി ധന്യൻ. നിക്കടം പ്രാപിച്ച രോഗിണി വസ്ത്രത്താൽ സൗഖ്യം താൻ ചേർത്തു, യായിറോസിന്റെ മൃതയായ പുത്രിക്കുയിരേകി നമ്മുടെ മേൽ തൻ ദയ വർഷിച്ചു സംസ്തുത്യൻ. ഓക്കെ, അപ്പം കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയെ പറ്റി ഉള്ളൊരു നല്ല മനോഹരമായിട്ടുള്ള ഒരു വിവരണമാണ് നമ്മൾ ഈ പാട്ടിൽ ഇപ്പൊ നമ്മൾ കേട്ടത്. അപ്പം അവൻ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള പാപികളോടും
ചുങ്കക്കാരോടും ഒക്കെ വളരെ, അല്ലാതെ അവരെ ആരെയും അകറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല. ഈ കാണാതെ പോയതിന്റെ ഉപമ നമ്മൾ ആദ്യം പറഞ്ഞാണ്. കാണാതെ പോയ ഓരോന്നിനെയും തിരക്കിയാണ് കർത്താവ് വന്നിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ സഭ പ്രഘോഷിക്കുകയാണ് ഈ പാട്ടിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോ അതില് നമ്മൾ കെംദാ നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരുവാണ്. അപ്പൊ സ്ലീബ നമസ്കാരത്തിന്റെ തീം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ജനനമാണ്. അടുത്ത് കെംദായുടെ തീം എന്ന് പറയുന്നത് പുനരുത്ഥാനമാണ്. അപ്പൊ ഇത് രണ്ടും ഒന്നുപോലെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും രണ്ട് തലത്തിലാണെന്നേ ഉള്ളൂ. ഒന്ന് ലോകത്ത് നടക്കുന്നു, ഒന്ന് ആ ട്രിനിറ്റി നടക്കുന്നു. അപ്പൊ ആ ട്രിനിറ്റിയിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ, ആ തൃത്വ കുടുംബത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് നമ്മളെ സഭയിലൂടെ അല്ലെങ്കിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ദൈവീകരണം എന്ന് പറയുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ജീവിച്ച് അത് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല എന്നുള്ളതാണ് ഇതുവഴി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ബൈബിൾ കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവര് നമ്മുടെ പ്രൊമിയോൻ സെദ്ര പുസ്തകങ്ങൾ നോക്കുക. ഓരോന്നിന്റെയും ചിലപ്പം നമ്മുടെ സാഹിത്യപരമായിട്ട് അത് ചില കട്ടിയായിട്ട് തോന്നിയേക്കാം. നമ്മുടെ CP ചാണ്ടി സാറ് വളരെ നല്ല സംസ്കൃത വാക്കുകളൊക്കെ വെച്ചാണ് ഈ പാട്ട് എഴുതി. സാരമില്ല, എന്നാലും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജീവനുള്ള ബലി എന്ന് പറഞ്ഞ് CK വർഗീസ് സാർ എഴുതിയേക്കുന്ന നമസ്കാരങ്ങളും വിശുദ്ധ കുർബാനയുടെ വിശദീകരണങ്ങളും വാക്യങ്ങളോടും കൂടിയ ഒരു പുസ്തകം മലങ്കര ഓർത്തഡോക്സ് ചർച്ചിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് വാങ്ങിക്കാം. സിദ്രാകള് പിന്നെ ഗദ്യ രീതിയിലായതുകൊണ്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ വീണ്ടും പറയുന്നു, സഭയുടെ ദൈവശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ മൊത്തം അണ്ടർസ്റ്റാൻഡിങ് വരുന്നതും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നതോടുകൂടി നിങ്ങൾ വീണ്ടും ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മൊത്തം പിക്ചർ മാർക്കും. നമ്മൾ ഇതുവരെ കണ്ടതല്ലല്ലോ നമ്മൾ ഈ പുതിയ നിയമം വായിക്കുമ്പോഴേ പഴയ നിയമം വായിക്കുമ്പോൾ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ദൈവത്തിന്റെ ആ പദ്ധതി എത്രത്തോളം വലുതാണ്, എത്രത്തോളം ശ്രേഷ്ഠമാണെന്നുള്ളത്. അപ്പോ അടുത്ത ഒരു പാട്ട് ഞാൻ ആൽബിയുടെ തന്നിട്ടുണ്ട്. ആ പാട്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലും തുടർന്നുണ്ടായ ഉത്ഥാനത്തിലും കൂടെ മനുഷ്യജാതിക്ക് കിട്ടിയത് ദൈവമായിട്ടുള്ള നിരപ്പാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മളെപ്പോഴും ചോദിക്കും, മശിഹ ക്രൂശ് മരണത്തിൽ കൂടെ എന്താണ് നേടിയത്? നമ്മുടെ സഭ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മശിഹ മരണത്തെ കൊന്നു. ആ മരണം എന്ന് പറയുന്ന ആദ്യ പാപത്തിൽ കൂടി മനുഷ്യ ജീവിതത്തിലേക്ക് വന്ന മരണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് കർത്താവ് തന്റെ മരണത്തിലൂടെ നീക്കിക്കളഞ്ഞത്. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. വിസ്മയ സഹിതം കബറ് പൊളഞ്ഞു എന്നുള്ള ആ പാട്ട്. ഇനി അടുത്ത തവണ നമ്മൾ ഈസ്റ്ററിന് പള്ളിയിൽ നിന്നുകൊണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക, എന്ത് ദൈവശാസ്ത്രമാണ് ഇത് പറയുന്നത്. ഓരോ പാട്ടിന്റെ പിന്നിലുള്ള എത്ര ഡീപ്പായിട്ടുള്ള ഒരു തിയോളജിയാണ് അതിൽ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. മശിഹ തന്റെ മരണത്തിലൂടെ മരണത്തെ കൊന്നു. ആ മരണം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്രത്യാശയുള്ളത്, നമ്മളും ഉയർക്കുന്നുള്ളത്. നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് തിരിച്ചു വരാം. അടുത്തതായിട്ട് പറയാനുള്ളത് ലക്ഷണറി എന്താണെന്നുള്ളതാണ്. ഈ ലക്ഷണറി എന്ന് പറഞ്ഞാൽ വേദവായനക്കുറിപ്പാണ്. കൃത്യമായ ദൈവശാസ്ത്ര വീക്ഷണത്തോടു കൂടിയാണ്. ഇപ്പം നമുക്ക് ചില സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കാനുള്ള വേദവായനക്കുറിപ്പ് ഉണ്ടാവും. അതിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ സഭയുടെ തന്നെ പ്രസിദ്ധീകരണമായ വേദവായനക്കുറിപ്പുണ്ട്. അപ്പം അതില് പഴയ നിയമ പുസ്തകങ്ങൾ, വേദവായനയ്ക്കുള്ള പഴയ നിയമ പുസ്തകങ്ങൾ, ഒരു സ്ലീഹ വായന, ഒരു ഏവങ്കേലിയോൻ, സുവിശേഷം കഴിഞ്ഞ് വായിക്കാനുള്ള ഒരു പൊതുലേഖനം, ഇങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ വലിയ നിയമം വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഈ വേദവായന ഭാഗങ്ങൾ കിട്ടും. നമ്മൾ ഓരോ ദിവസവും വലിയ നിയമത്തിലെ ഓരോ ദിവസവും വൈകിട്ട് വായിക്കേണ്ടത് എന്താണ്, രാവിലെ വായിക്കേണ്ടത് എന്താണെന്ന് സഭാപിതാക്കന്മാര് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് അവിടുന്ന് ഇവിടുന്ന് റാൻഡം പിക്ക് ചെയ്ത പുസ്തകങ്ങളല്ല. നമ്മളത് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു ദിവസത്തെ സബ്ജക്റ്റുമായിട്ട് വളരെ ഭംഗിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ്. നമ്മളിപ്പം ഇന്ന് നമ്മൾ ഈ പുസ്തകം കൈപിടിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് തോന്നും. നമ്മൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ മതി ഈ വാക്യത്തിന്റെ കണക്ഷനോട് കിട്ടുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബൈബിൾ ഇങ്ങനെ ഒരു പുസ്തകമായിട്ട് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഓരോ പുസ്തകങ്ങളും ഓരോ സ്ക്രോളുകളായിട്ട് ഇരുന്ന സമയത്താണ് ഈ പിതാക്കന്മാർ ഈ വേദവായന
കുറിപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറിയിൽ 66 or 70 പുസ്തകങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് ഇന്ന പ്രവചനത്തിൽ ഇന്ന സ്ഥലത്തതുണ്ട്, അടുത്ത ഒരു പ്രവചനത്തിൽ ഇന്നതുണ്ടെന്ന് അടുക്കി വെക്കുന്ന അവരുടെ ആ അപാരമായ അറിവും പാണ്ഡിത്യവും എത്രത്തോളം ഉണ്ടായിരുന്നു നമ്മൾ ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഈ ജനന പെരുന്നാളിന്റെ ക്രിസ്മസിന് അന്നത്തെ വേദവായന കുറിപ്പ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് വായിക്കാം. നമ്മള് ഉൽപ്പത്തി പുസ്തകം 21:1 മുതൽ 8 വരെ വായിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെ ഇസ്ഹാക്കിന്റെ ജനനത്തെ പറ്റിയുള്ള ആ വാഗ്ദത്ത സന്തതി ജനിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ ഇയ്യോബിന്റെ ലേഖനത്തിനാണ് യോശുവയുടെ പുസ്തകം, രാജാക്കന്മാർ. അടുത്തത് ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 19, ശമൂവേൽ ബാലൻ ജനിക്കുന്നതും ആ ദേവാലയത്തെ കൊണ്ട് കൊടുക്കുന്നതൊക്കെയാണ്. അത് കഴിഞ്ഞ് മീഖയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ബേത്ലഹേമിലാണ് മശിഹ ജനിക്കുന്നുള്ള പ്രവചനമാണ് അവിടെ വായിക്കുന്നത്. അത് കഴിഞ്ഞ് മഹാജ്ഞാനത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ ഇതുമായിട്ട് മഹാജ്ഞാനം നമ്മുടെ ഈ 66 പുസ്തകമുള്ള പുസ്തകത്തിൽ ഇല്ലെങ്കിലും സഭ അത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം സഭയുടെ ഒറിജിനൽ സെപ്റ്റുജിന്റിൽ അതുകൊണ്ട്. അപ്പോ അതിൽ നിന്നുള്ള വായന സെഖറിയ പുരോഹിതന്റെ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, ജെറമ്യ, ദാനിയേലിനകത്തും എസ്തക്കിയലിനകത്തും ഒക്കെ ഈ ജനിക്കുന്ന മശിഹ എന്താണെന്നും ആരാണെന്നൊക്കെയുള്ള വളരെ വ്യക്തമായ പ്രവചനങ്ങൾ അവിടെ പറഞ്ഞിട്ടാണ് നമ്മൾ യെശയ്യായിലേക്ക് വരുവാണ്. അത് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭൂവിലെ ശേഷം, ഈ പഴയ നിയമ വായന കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭൂവിലെ ശേഷം, അത് കഴിഞ്ഞ് പൗലോസ്ലീഹ, അത് കഴിഞ്ഞാണ് നമ്മൾ ഏവങ്കേലിയോൻ വരുന്നത്. ഇത് ഈ ഭൂവിലെ ശേഷം പാടി കഴിഞ്ഞ് വായിക്കുന്ന ഭാഗങ്ങളും പൗലോസ്ലീഹ വായിച്ചു കഴിഞ്ഞ് വരുന്ന ഭാഗങ്ങളും കാണുമ്പോഴാണ് എത്ര അർത്ഥവത്തായിട്ടാണ്. നമ്മൾ ഒന്നുകൂടെ പറയാം, നമ്മൾ ജനന പെരുന്നാളാണ്, കർത്താവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ചാണ് നമ്മൾ ആ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന സഭ കൊടുത്തിരിക്കുന്ന ഭൂവിലെ ശേഷം പാടി കഴിഞ്ഞ 1 യോഹന്നാൻ 1 മുതലുള്ള വാക്യങ്ങളാണ് അവിടെ വായിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈതൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാണ്? ആദ്യത്തെ വാചകം ശ്രദ്ധിച്ച്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് നോക്കിയതും. യോഹന്നാൻ ശ്ലീഹ ആ ലേഖനം എഴുതുമ്പോഴുള്ള ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അന്ന് ദൈവത്തിന് ഒരിക്കലും ലോകത്തിലേക്ക് വരാൻ സാധിക്കത്തില്ല എന്ന് വിശ്വാസമുള്ള ചിന്താഗതികളും യുക്തിചിന്തകളും ഉള്ള ഒരു കാലഘട്ടമാണ്. അവരോടാണ് എഴുതുന്നത്, ഈ യേശു ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്നത് ഒരു മായ കാഴ്ചയല്ല, ഞങ്ങൾ അവനെ തൊട്ടതാണ്, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ നോക്കിയതാണ്, ഞങ്ങളുടെ കൂടെ ഇരുന്ന ജീവന്റെ വചനത്തെ പറ്റിയാണ് ഞങ്ങൾ ഉപദേശിച്ചു തരുന്നത്. അപ്പോ നമ്മൾ ഭൂലശേഷം വായിച്ചു കഴിഞ്ഞും അതുമായിട്ട് ഇടതുവശത്ത് വായിക്കുന്ന വായനയിൽ നമ്മൾ ഈ ഒരു ഭാഗം വായിച്ചവരുടെ വിശ്വാസം നമ്മൾ ഉറപ്പിച്ചു. പൗലോസ്ലീഹ വായിച്ചു കഴിഞ്ഞ് വായിക്കുന്നത് എന്താണെന്ന് നോക്കാം. പൗലോസ്ലീഹ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ് വായന. അതിങ്ങനെയാണ്: ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനാവുകയും തീർന്നു. ആൽബിക്ക് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ 2-ാമത്തെ പാരഗ്രാഫുമായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നിയോ? ഇല്ലേ? അപ്പൊ അതിന്റെ ആ ആശയങ്ങൾ അവിടെ നിന്ന് എടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത്. അവിടെ പറയുന്നത് എന്താണ്? ദൈവം പഴയ നിയമകാലത്ത് പ്രവാചകന്മാരിലൂടെ ഭാഗമായിട്ടും അത്ര വെളിപ്പാടുകളല്ലാതെ ചെറിയ കഷ്ണങ്ങളായിട്ട് ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ അവര് ആരും ആ ദൈവത്തെ പൂർണ്ണമായിട്ട് ഒരു വെളിപ്പാട് ഉണ്ടായില്ല. അതുകൊണ്ട് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രൻ വന്ന് ആ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി തരികയാണ്. എത്ര കൃത്യമായ വായനയാണ് നോക്കുക ക്രിസ്മസിന് വായിക്കാനായിട്ടുള്ളത്. അടുത്തത് ഏവങ്കേലിയോൻ വായിക്കുവാണ്. ഏവങ്കേലിയോൻ നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഏവങ്കേലിയോൻ വായിക്കുമ്പോൾ വശത്ത് മെഴുതിരി കത്തിച്ച് പിടിച്ച് ഈ അച്ഛന്മാർ ഏവങ്കേലിയോൻ വായിച്ചുകൊണ്ട് വരുന്നവർ അവരുടെ മുഖം കാണാത്ത പോലെ ഇങ്ങനെ മറച്ചു പിടിച്ചിട്ടാണ് വരുന്നത്. കാരണം ദൈവവചനമാണ് വായിക്കാൻ പോകുന്നത്. അവിടെ വെച്ച് ആ ക്രിസ്മസിന്റെ വായനകള് തീജ്വാലയുടെ ശുശ്രൂഷയെ നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാലാഖമാർ അറിയിച്ച അവിടെ വരെയുള്ള കാര്യങ്ങളും, കുർബാനയ്ക്ക് പള്ളിയകത്ത് വായിക്കുന്നത് 3 വിദ്വാൻമാര് ഹെരോദാവിനെ കാണാൻ വന്നതുമായ കാഴ്ചയാണ്. യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ ഇവിടെ യേശു ക്രിസ്തു രാജാവാണെന്നും യേശു ക്രിസ്തു പാവങ്ങൾക്കും ആ ഇടയന്മാർക്കും വരെയും
അപ്രോച്ചബിൾ ആണെന്നുള്ള സർവ്വജനത്തിനുമുള്ള ഒരു രക്ഷകനാണ് ഈ വന്നിരിക്കുന്നുള്ള കാര്യമാണ് ഈ വാക്യങ്ങളിലൂടെ, ഈ ഒരൊറ്റ വായനകളിലൂടെ നമ്മൾ സഭ പഠിപ്പിക്കുന്നത്. ഇനി പറഞ്ഞ് സഭയുടെ ലിറ്റർജി അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ വിശ്വാസം വേദപുസ്തക അടിസ്ഥാനമാണോ അല്ലയോ? അതെ, വേദപുസ്തക അടിസ്ഥാനത്തിലാണ് നമ്മുടെ സഭ. വേദപുസ്തകം തന്നെ സഭയുടെ ഭാഗമാണ്. ആ സഭയില് വേദപുസ്തകത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഓരോ ലിറ്റർജിയിലും, ഓരോ പ്രാർത്ഥനയിലും, ഓരോ ആരാധന ഗീതങ്ങളിലും അത് നമുക്ക് പ്രത്യേകമായിട്ട് കാണാനും കഴിയും. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വേദപുസ്തകത്തിന്റെ സ്ഥാനം നമ്മുടെ മദ്ബഹായ്ക്കകത്ത് ഇപ്പൊ മറ്റുള്ള ആളുകളൊക്കെ പറയും വേദപുസ്തകം നിങ്ങൾ നോക്കുന്നില്ല, വേദപുസ്തകം നിങ്ങൾ വായിക്കുന്നില്ല എന്നൊക്കെ ഉള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണാം. ആ വേദപുസ്തകം ഇരിക്കുന്ന ഭാഗം കൂടി ഒന്ന് പറഞ്ഞേക്കൂ. ഓക്കെ, നമ്മുടെ മധുബായിൽ സാധാരണ കസേരകളൊന്നും വിട്ട് അവിടെ ഇരുത്താറില്ല, ആരെയും ഇരുത്താറില്ല. ത്രോണോസ് എന്ന് പറയുന്നത് വിശുദ്ധ തൃത്വത്തിന്റെ സീറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മറ്റൊരു കാര്യങ്ങളും അവിടെ മധുബായുടെ സൈഡിൽ ഒരു കസേര പോലും ഇടാത്തത്. ഇപ്പം പള്ളികളിൽ പരിശുദ്ധ ബാബാതിരുമേനി വരുമ്പോൾ ഇരിക്കാറുള്ള അല്ലെങ്കിൽ ബാബാതിരുമേനി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കസേര മാത്രം അവിടെ ഇടാറുണ്ട്, അല്ലാതെ ആരും മധുബായിൽ ഇരിക്കാറില്ല. പക്ഷേ മധുബായിൽ ഒരു പ്രത്യേക പീഠമുള്ള ഒരു കാര്യമുണ്ട്. അത് ഈ ഏവങ്കലിയോൻ ആണ്. വിശുദ്ധ ത്രോണോസിനോട് ചേർന്നുള്ള ഒരു പ്രത്യേക പീഠത്തിലാണ് ഈ വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ വിശുദ്ധ സുവിശേഷങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ വളരെ ആഘോഷപൂർവ്വമാണ്, വളരെ ഭക്തിപരിസരമാണ്. അത് എല്ലാ കുദാശകളിലും എല്ലാ ആരാധനകളിലും അത് വായിക്കുന്നത്. അതുപോലെ പള്ളിയുടെ പ്രദക്ഷിണങ്ങളിൽ ഏറ്റവും മുമ്പിൽ തന്നെ ഈ വചനമാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ബൈബിൾ എന്നുള്ളതിന് എഴുത്തുകൾ എന്നുള്ളതിന് പകരം ദൈവവചനം എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്, ദൈവവചനം എന്താണെന്നുള്ളത്. അപ്പം ഈ ബൈബിളിൽ പറഞ്ഞേക്കുന്നത് ദൈവവചനം മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ കാര്യം അതിനകത്ത് പലവിധ കഥകളും ചരിത്രങ്ങളും സ്റ്റോറികളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് ദൈവവചനമുണ്ട്. അപ്പൊ സുവിശേഷത്തിലുള്ളത് യേശു ക്രിസ്തുവിന്റെ വചനങ്ങളാണ്. നമ്മൾ 1 മണിക്കൂർ എക്സീഡ് ചെയ്യുന്നു. ഇനി 2 പോയിന്റും കൂടെ ഉള്ളൂ. അതിൽ പറഞ്ഞിട്ട് നിർത്തിയാൽ മതിയോ? നിർത്താം. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു ഉദാഹരണം പറയാനുള്ളത് എങ്ങനെയാണ് ദുരുപദേശങ്ങൾക്കെതിരായിട്ടുള്ള പഠിപ്പിക്കലുകൾ ഈ ലിറ്റർജിയും തന്നെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് പുതിയ സഭക്കാരൊക്കെ വന്നിട്ട് പറയും, ബൈബിളിൽ നിന്നൊരു വാക്യം എടുത്ത് നമ്മുടെ ആൾക്കാരോട് പറയും, മരിച്ചവരും മൗനത ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. 115 സങ്കീർത്തനം 17 വാക്യം. ഓക്കെ, നമ്മുടെ ആൾക്കാര് എടുത്ത് വായിച്ചിട്ട് അവർ ശരിയാണല്ലോ, ബൈബിളിൽ എഴുതിയേക്കാണ് മരിച്ചവരും മൗനത ഇറങ്ങിയിരിക്കുന്നവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. അപ്പോ അവിടെ മാത്രം വായിച്ചത് കൊണ്ട് തീർന്നില്ല സങ്കീർത്തന ഭാഗം. അതിന്റെ ബാക്കി എക്സ്പ്ലനേഷനുകൾ ആൽബി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ലിറ്റർജിന് സഭ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 55-ാം വാക്യം, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഈ ഒരു വാക്യം വളരെ മനോഹരമായിട്ട് നമ്മുടെ ധുവപ്രാർത്ഥനയിൽ മരിച്ചുപോയവർക്കുള്ള വാങ്ങിപ്പോയവരുടെ ധുവപ്രാർത്ഥന നമ്മൾ പറയുന്നുണ്ട്. എന്റെ ശരീരം വാഴ്ത്തി ചെന്തക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിയിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താൻ തന്നരുളിനു മഹത്വം കർത്താവ് പറയുകയാണ്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും ജീവിച്ചിരിക്കുവാണ്. അപ്പം വാങ്ങിപ്പോയവരെന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അവർ സജീവരാണ്. അവർ ഏറ്റവും സജീവരായിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സഭ കാണപ്പെടുന്ന അംഗങ്ങളും കാണപ്പെടാത്ത ഒരുപക്ഷെ നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നവരെക്കാട്ടിൽ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇതുവരെ വാങ്ങിപ്പോയിരിക്കുന്നവരായ ആൾക്കാർ. അതുകൊണ്ടാണ് നമ്മളെ സഭയിൽ കൃത്യമായിട്ടും നമ്മൾ വേറൊരു പാട്ട് നമ്മൾ നമസ്കാരത്തിന് പാടും, നിഷ്ഠയിൽ നിന്നെ പ്രസവിച്ച പാവന കന്യകയോടൊപ്പം എന്നുള്ള നിഷ്ഠയിൽ നിന്നെ പറ്റ പാവന കന്യകയോടൊപ്പം നാഥാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ.
പീഡകളേറ്റ സഹദാമൗദ്യാനരുമൊപ്പം നാഥാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. ഉജ്ജ്വലദീപമെടുത്തോരഞ്ചറിവേറിയ നാരികളൊപ്പം നാഥാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. അപ്പൊ എല്ലാ പിതാക്കന്മാരെയും അവിടെ ഓർക്കുകയാണ്. ആ കാലഘട്ടത്തിൽ പിതാക്കന്മാരെന്ന് മാത്രമല്ല, ആദ്യം നമ്മൾ പറയുന്നത് പരിശുദ്ധ മാതാവിനെയാണ്. അത് കഴിഞ്ഞ് സഹോദരന്മാർ, മൗദ്യാന്മാർ, അങ്ങനെ പറഞ്ഞു വന്ന് ഈ ഉജ്ജ്വല ദീപം എടുത്തോരഞ്ച് അറിവേറിയ നാരികളൊപ്പം ആ ബുദ്ധിമതികളായ 5 ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഞങ്ങളെ നിന്നെ സ്തുതി പാടാൻ യോഗ്യരാക്കണമേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു വരിയുണ്ട്. അതിന്റെ അവസാനം, വിശ്വാസത്താൽ പരദീസ നീ അരുളിയ മോഷ്ടാവൊപ്പം നാഥാദേവ എന്ന് പറഞ്ഞാൽ ആ കുരിശിൽ വെച്ചിട്ട് ആ പരദീസ നീ കൊടുത്ത ആ കള്ളനോടൊപ്പം ഞങ്ങൾ നിന്നുകൊണ്ട് പാടാൻ അത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. അതിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ അവസാനം നമ്മൾ നമ്മുടെ മലകളിലുള്ള പിതാക്കന്മാരെയും പറഞ്ഞിട്ടാണ് ആ പാട്ട് നിർത്തുന്നത്. അപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് നമ്മുടെ എത്രത്തോളം സഭയിൽ വേദപുസ്തകത്തിന്റെ സ്ഥാനം എത്രത്തോളം ആണെന്നും ആ ലിറ്റർജിയായിട്ട് അത് എത്ര ചേർന്നിരിക്കുവാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ അതിന്റെ ആ സമ്മറി ചെയ്ത് നമുക്ക് നിർത്താം. ആൽബിക്ക് അതിനു മുമ്പ് എന്തെങ്കിലും സമയം അതിക്രമിച്ചു, പ്രേക്ഷകര് ഒരുപാട് സമയം, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അറിവുകളാണ് നമുക്ക് തന്നത്. വേദപുസ്തകത്തിലെ സഭയുടെ സ്ഥാനം എത്രമാത്രം ശ്രേഷ്ഠമായിട്ട് സഭാപിതാക്കന്മാര് വേദപുസ്തകത്തെ സഭയോട് കോർത്തിണക്കി നമുക്ക് ആരാധനാ ഗീതങ്ങളായാലും സുതറകളായാലും പ്രമേയനുകളായാലും എല്ലാ കാര്യങ്ങളിലും വേദപുസ്തകം അത്രമാത്രം പ്രാധാന്യത്തോടെ സഭ നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുന്നു, ക്രമീകരിച്ച് തന്നിരിക്കുന്നു. അതുപോലെ തന്നെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വേദപുസ്തകം. ഇതിനെപ്പറ്റി വിശദമായിട്ട് ഒരു എപ്പിസോഡ് ചെയ്യാന് ബഹുമാനപ്പെട്ട ഷിബിച്ചാൻ ഇവിടെ കടന്നു വരികയും എല്ലാവർക്കും വേണ്ടത്ര അറിവ് പകർന്നു നൽകുവാനും ഇടയാക്കി ദൈവത്തെയും സ്തുതിക്കുന്നു. ഇനി ഈ എപ്പിസോഡ് നമുക്ക് അതിന്റെ ബാക്കി ഭാഗം അടുത്ത ഒരു ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. അപ്പം എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഷിബിച്ചാന് പെട്ടെന്ന് കൺക്ലൂഡിങ് പറയാമോ? ഓക്കെ, എനിക്ക് അതിനകത്ത് ഒരു പോയിന്റ് മാത്രമേ ആൽബി പറഞ്ഞതിനോട് ചേർത്ത് പറയാനുള്ളൂ. നമ്മള് മലങ്കരയിൽ കിട്ടിയിരിക്കുന്ന ഈ അതിശ്രേഷ്ഠമായ ഓർത്തഡോക്സ് സുറിയാനി വിശ്വാസ പാരമ്പര്യം, നമ്മൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ വിശ്വാസമാണ്. നമുക്ക് ഭാഗ്യവശാൽ അതൊരു ദൈവാനുഗ്രഹമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്ര ശ്രേഷ്ഠവും ഇത്ര കൃത്യതയുമുള്ളതുമായ ഒരു ലിറ്റർജി, ഒരു വിശ്വാസം നമ്മുടെ മലങ്കരയിൽ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സഭാമക്കൾ എന്ന നിലയിൽ അത് ചെയ്യേണ്ടത് നമ്മൾ അതിനെ കൂടുതലായിട്ട് പഠിക്കാനും അതിൽ വേദപുസ്തകത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് മനസ്സിലാക്കാനും അത് കണക്ട് ചെയ്ത് പഠിക്കാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ബഹുമാനപ്പെട്ട വൈദികരായാലും തിരുമേനിമാരായാലും സൺഡേ സ്കൂൾ അധ്യാപകരായാലും ഇത് നമ്മൾ എന്ത് വേദശാസ്ത്ര വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും നമ്മുടെ ആ ലിറ്റർജിയുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് അത് മനസ്സിലാവാനും കൂടുതലായിട്ട് നന്നായി മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ പാരമ്പര്യവും വിശ്വാസവും നമ്മൾ കെടാതെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം.